സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ അത് ബുദ്ധിപരമായ തെളിവുകളിലൂടെ മാത്രം സമർത്ഥിച്ചുണ്ടാവുന്നതല്ല. പക്ഷെ ബുദ്ധിപരമായ രീതിയിലൂടെയും അള്ളാഹുവിന്റെ ആസ്തികത്തെ നാം സ്ഥിരപ്പെടുത്തുന്നത് നമ്മുടെ ഹൃദയശാന്തിക്ക് വേണ്ടിയാണ്. നമ്മുടെ ഈമാൻ അഖലിയായ തെളിവുകളുടെ മേൽ, അതായത് ബുദ്ധിപരമായ തെളിവുകളുടെ മേൽ സ്ഥാപിക്കപ്പെട്ടതല്ല. അതേ അവസരത്തിൽ അത് ആ രീതിയിലൂടെയും നമ്മളത് സ്ഥാപിക്കും. അതെന്തിനു വേണ്ടി? നമുക്കത് കഴിയും നമ്മുടെ ഹൃദയ ശാന്തതയ്ക്ക്, ഒരു മനസ്സമാധാനത്തിന് വേണ്ടി. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞില്ലേ, എങ്ങനെയാണ് കൈഫ തുഹയിൽ മൗത, റബ്ബി അരിനി കൈഫ തുഹയിൽ മൗത, റബ്ബെ നീ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്? അള്ളാഹ് ചോദിച്ചു, അവലം തുഅ്മിൻ, ഇബ്രാഹിം നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലേ? ഖാല ബൽ ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിലേക്കൊരു ശാന്തത, കണ്ണുകൊണ്ട് കണ്ടിട്ട് ഒരു അനുഭവ വേദ്യമായ നിലക്ക് അതൊന്നും ഒരു ശാന്തത ലഭിക്കാൻ വേണ്ടിയാണ്. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ തെളിവുകളൊക്കെ, ബുദ്ധിപരമായ തെളിവുകൾ പറയുമ്പോൾ നമുക്കൊരു ശാന്തത, തുമൈനിനത്തുൽ ഖൽബിന് വേണ്ടിയാണ്. അതേ അവസരത്തിൽ നമ്മൾ അശ്അരികള്, ഷായറത്ത് മുഴുവനും അഖലിയ ദലീലിനെയാണ് മുന്തിക്കുന്നത്. ആരെ മുമ്പിൽ കാണുമ്പോൾ? നിഷേധികളായിരിക്കുന്ന ആളുകളെ മുമ്പിൽ കാണുമ്പോൾ. ഇതാണ് നമ്മുടെ അടിസ്ഥാനം. നിഷേധിക്കുന്ന ആളുകളോട് ഖുർആനിലുണ്ട് അള്ളാഹു താല ഉണ്ട് എന്നും, അതുപോലെ അള്ളാഹു താലാക്ക് ഇന്ന ഗുണങ്ങളുണ്ട് എന്നും, എന്നുള്ള പരലോകം ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഖുർആനുണ്ടെന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കൂല. ഖുർആന് ദൈവത്തിൻ്റെതാണെന്ന് സ്ഥാപിക്കൂ എന്ന് പറയും തീർച്ചയായിട്ടും. അപ്പം എതിരാളികൾ, നമ്മുടെ മുമ്പിലുള്ള ആളുകള് ഖുർആനെയോ മറ്റുള്ളതിനെയോ വിശ്വസിക്കാത്ത, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളാണെങ്കിൽ അവരോട് നമുക്കെല്ലാവർക്കും, ഏത് ഈശ്വരവാദിക്കും നിരീശ്വരവാദിക്കും ഒക്കെ ഒരുപോലെ നൽകപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു സംഗതിയുണ്ട്. അതേതാണ്? ബുദ്ധി എന്ന് പറയുന്നത്. ആ ബുദ്ധി വെച്ചുകൊണ്ട് അവനും നമ്മളും കൂടി സംയുക്തമായിട്ട് അംഗീകരിക്കുന്ന രീതിയിലൂടെ അവനക്ക് ദൈവാസ്തികത്തെ കുറിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അതുകൊണ്ടാണ് അഖലിയ തെളിവുകൾ, ബുദ്ധിപരമായ തെളിവുകൾ നമ്മുടെ കിതാബിലേക്ക് ആദ്യമായിട്ട് പറയാൻ കാരണം. കാരണം നമ്മൾ മുമ്പിൽ കാണുന്നത് നിരീശ്വരവാദികളെയും സംശയാലുക്കളെയും ഒക്കെയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യം ഉണ്ടായിട്ടല്ല, അവർക്കത് കൂടുതൽ എന്താകുന്നു, കരുത്തേകുന്നു എന്നതിൽ കവിഞ്ഞ് ഇത് ആവശ്യമുള്ളത് കൊണ്ടല്ല, നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞവരാണ്. അള്ളാഹു തആല ആ വിശ്വാസത്തിൽ തന്നെ നമ്മളെ അള്ളാഹു അവന്റെ അവിടേക്ക് നമ്മളെ തിരിച്ചു വിളിക്കുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോ തീർച്ചയായിട്ടും ഇവിടെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് മഹാനായ അബൂ അബ്ദുല്ലാഹി സനൂസി റഹിമഹുല്ല ഇതുവരെ 20 സിഫത്ത് നിർബന്ധമാണെന്നും 20 സിഫത്ത് മുസ്തഹീൽ ആണെന്നും ഒരു കാര്യം ജായിസ് ആണെന്നും 41 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞില്ല. അതിന്റെ തെളിവുകളൊന്നും തന്നെ പരാമർശിച്ചിരുന്നില്ല. ഇനി തെളിവുകളിലേക്കാണ് കടക്കാൻ പോകുന്നത്. എന്തുകൊണ്ട്? തെളിവില്ലാതിരുന്നാൽ നമ്മുടെ ഈമാൻ എന്തായി പോകും? നമ്മുടെ ഇപ്പോൾ തഖ്ലീദ്, നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചാൽ എന്താണ്? ഈമാനുള്ളവനാകും. പക്ഷേ മുഖല്ലിദായ ഈമാനേ ആവുള്ളൂ. ഒരാളെ അനുധാവനം ചെയ്ത്, ഒരാളെ തഖ്ലീദ് ചെയ്തിട്ട് പിൻപറ്റിക്കൊണ്ടുള്ള ഈമാൻ ആവുള്ളൂ. ആ ഈമാൻ എന്താണ്? അഭിപ്രായ വ്യത്യാസമുള്ള ഈമാനാണ്. ആ ഈമാനെ അഭിപ്രായ വ്യത്യാസമുള്ള ഈമാനാണ്. പിന്നെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഈമാനായിരിക്കേണ്ടത് നമ്മുടേത്. ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള മുഖല്ലിദിന്റെ ഈമാൻ ശരിയാണോ അല്ലേ എന്നുള്ള ഒരു ചർച്ച അവിടെ ഉണ്ട്. ഏതായിരുന്നാലും ശരിയാവുമെങ്കിൽ അവൻ കുറ്റക്കാരനാണ്. തെളിവ് ഇല്ലാതെയാണ് അവൻ അല്ലാഹു തആലയെ കുറിച്ചുകൊണ്ട് 20 സിഫത്ത് മുന്നേ നിർബന്ധമാണെന്നും 20 സിഫത്ത് പാടില്ല എന്നും 1 സിഫത്ത് ജായിസാണെന്നൊക്കെ പഠിച്ചത് തെളിവില്ലാതെയാണെങ്കിൽ അവന്റെ ഈമാന് കുഴപ്പമൊന്നുമില്ല, അവൻ മൂമിന് തന്നെ, പക്ഷെ അവൻ കുറ്റക്കാരനാണ്. തെളിവില്ലാതെ അന്ധമായ രീതിയിൽ അംഗീകരിച്ചതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനാണ് എന്ന് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഉലമാക്കൾ ആ നിലപാടിലാണ് എത്തിയത്. ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഇതിലുണ്ട്. അവൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞ ആളുകൾ പോലും ഉണ്ട്. ആര് തെളിവില്ലാതെ മനസ്സിലാക്കിയവൻ ഈമാൻ തന്നെ ഇല്ല, അവന് പെട്ടെന്ന് ആരെങ്കിലും സംശയപ്പെടുത്തിയാൽ അവന് പെട്ടെന്ന് തെറിച്ചു പോകും, അവൻ ഈമാൻ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട്. ആ ചർച്ചയൊക്കെ നമ്മൾ ഒരുപാട് ദിവസം ചർച്ച ചെയ്ത നമ്മളെ ഈ കിതാബിന്റെ തുടക്കത്തിൽ. അപ്പോ നമ്മൾ തഖ്ലീദിൽ നിന്ന് രക്ഷപ്പെട്ട് മാരിഫത്തിലേക്ക് വരണം.
തഖ്ലീദിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് മാരിഫത്തിലേക്ക് എത്താൻ ഏതുകൂടി വേണം? ബുർഹാൻ, സലക്ഷ്യം നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഇന്നു മുതൽ ആരംഭിക്കാൻ പോകുന്നത്. നാം മനസ്സിലാക്കണം, ഈ തഖ്ലീദോട് കൂടെയുള്ളതായിരിക്കുന്ന ഈ ഈമാൻ അതെന്തല്ല, അപൂർണമാണ്, അത് പൂർണ്ണമല്ല, പിന്നെ കുറ്റക്കാരനാവുകയും ചെയ്യും. എന്തുകൊണ്ട്? മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിച്ചത് എന്താ? ഇയ്യാക അൻ തർളാ തകൂന മുഖല്ലിദൻ തൻഖാദു കൽ ഹയവാനി ബിൽ അർസാനി വബിഖൗലി ഗൈരിക ജാസിമൻ മിൻ ഗൈരി അൻ തഅലം ദലീലൽ ഹഖ് വൽ ബുത്ലാനി ഇദ് ഹർഫത്തു തഖ്ലീദി ലാ യർളാ ബിഹാ ദു ഹിമ്മത്തിൻ ഫസ്ലുക തരീഖ അമാനി. നീ മുഖല്ലിദായി ജീവിക്കുന്നതിന് നീ തൃപ്തിപ്പെടരുത്, സൂക്ഷിക്കണം. ഒരു ജീവിയെ പോലെ, മൃഗത്തെ പോലെ ഒരു മുഖല്ലിദാത്, ഒരു മുമ്പേ നടക്കുന്ന പശുവിന്റെ പിന്നാലെ ഗമിക്കുന്ന ഗോക്കൾ, അല്ലെ? മുമ്പേ നടക്കുന്ന ഗോക്ക് പിന്നാലെ ഗമിക്കുന്ന ഗോക്കൾ, ഒരു അങ്ങാടി കൂടെ നടക്കുന്ന പശുക്കൂട്ടങ്ങൾ. ഒരു പശു എങ്ങോട്ടാണോ പോയത് അതിന്റെ പിന്നാലെ മറ്റു പശുക്കളും പോകുന്നു. അന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാൽ മറ്റൊരു ഇങ്ങോട്ട് പോകുന്നു. അത് അന്ന് അങ്ങോട്ട് കയറിയാൽ ബാക്കി പിന്നീടുള്ളതെല്ലാം അങ്ങോട്ട് പോകുന്നു. ആ രൂപത്തിൽ ഇനി ആവരുത്, ഹൈവാനെ പോലെ മുഖല്ലിദ് ആവരുത് അഖീദന്റെ വിഷയത്തിൽ. മനസ്സിലായില്ലേ? അഖീദന്റെ വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹം ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണ നല്ല ഉറച്ച വിശ്വാസക്കാരായിരിക്കണം. അതാ അബിഖൗലി ഗൈരിക ജാസിമൻ മിൻ ഗൈരി അൻ തഅലം ദലീലൽ ഹഖ് വൽ ബുത്ലാനി. ഹക്കാണെന്നോ ബാത്തിലാണെന്നുള്ള തെളിവ് കൂടാതെ കണ്ട് വേറെ ആളെ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ എന്ത് ചെയ്യരുത്? ഇനി അത് പിൻപറ്റാൻ നിൽക്കരുത്. കാരണം എന്തുകൊണ്ട്? ഇത് ഹിർഫത്തു തഖ്ലീദി ലാ യർളാ ബിഹാ ദു ഹിമ്മത്തിൻ ഫസ്ലുക് തരീഖ അമാനി. തഖ്ലീദ് എന്ന് പറഞ്ഞ പണി അതുകൊണ്ട് നല്ല മനോക്കരുത്തുള്ള നിശ്ചയദാർഢ്യതയുള്ള ആളുകൾ ആരും അത് തൃപ്തിപ്പെട്ട് ജീവിക്കൂല. തഖ്ലീദ് എന്ന് അവര് മുക്തമായിട്ട് രക്ഷപ്പെട്ടിട്ട് അവർക്ക് സ്വന്തമായ നിലക്കൊരു ബോധ്യം വരുന്ന ആ ഒരു പദവിയിലേക്ക് എത്താനാണ് അവന്റെ ഉൾവിളി അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുരക്ഷിതമായ മാർഗം നീ തെരഞ്ഞെടുക്കുക. കാരണം അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫീ ഇഖ്തിലാഫും ബൈനഹും ഫീ ഹുക്മിഹി ബിൽ കുഫ്രി വൽ ഈമാനി വൽ ഇസ്യാനി. അതിൽ ഇങ്ങനെ തഖ്ലീദ് നൽകി ഈമാൻ കൊണ്ട ആളുകളെ സംബന്ധിച്ച് ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. കാഫിറാണെന്നൊരു കൂട്ടർ പറയുന്നു, അതല്ല മൂമിൻ തന്നെയാണെങ്കിൽ പക്ഷെ ദോഷിയാണെന്ന് വേറെ കൂട്ടർ പറയുന്നുണ്ട്. ഏതായാലാവട്ടെ, അതിന് രക്ഷപ്പെടാൻ വേണ്ടി മഹാനായ മുസന്നിഫ് അവർ അമ്മ എന്ന് പറഞ്ഞിട്ട് മുസന്നിഫ് തുടങ്ങുകയാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മാ ബുർഹാൻ വുജൂദിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആസ്തിക്യത്തിന്റെ ലക്ഷ്യം. ബുർഹാൻ എന്താണ്? ഈ ബുർഹാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. ബുർഹാന് ദലീലിനേക്കാളും ശക്തമായതാണ് ബുർഹാൻ എന്ന് പറഞ്ഞത്. ഹാത്തു ബുർഹാനക്കും ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഹാത്തു ബുർഹാനക്കും, നിങ്ങൾ ബുർഹാൻ കൊണ്ടുവരുന്ന. ഹാത്തു ദലീലേക്കും എന്നല്ല പറഞ്ഞത്. ഒരു ദലീൽ ഇപ്പുറത്തുണ്ടാ വേറെ അപ്പുറത്ത് വേറെയും മറ്റുള്ളവരും വേറെ ദലീൽ കൊണ്ടുവരാ. ബുർഹാൻ കൊണ്ടുവന്നാ പിന്നെ അവിടെ പിന്നെ യാതൊരു മാർഗവുമില്ല. മനസ്സിലായില്ലേ? അത് അവിടെ അംഗീകരിക്കല്ലാതെ യാതൊരു മാർഗവുമില്ല. അത് എന്തുകൊണ്ട് ബുർഹാൻ എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കുക. ബുർഹാൻ എന്ന് പറയുന്നത് യഖീനിയായ, അതായത് ഉറച്ച രണ്ട് പ്രസ്താവനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. എന്താ പറഞ്ഞത്? ബുർഹാൻ എന്ന് പറയുന്നത് ഉറച്ചതായ രണ്ട് പ്രസ്താവങ്ങളിൽ നിന്ന്, രണ്ട് മുഖദ്ദിമ, ആമുഖങ്ങളിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന മൂന്നാമത്തെ ഒരു ഖൗലാണ് ബുർഹാൻ. ഖൗലു മുഅല്ലഫും മിൻ മുഖദ്ദിമത്തൈനി യഖീനിയത്തൈനി, ഉറച്ച രണ്ട് മുഖദ്ദിമയിൽ നിന്ന് മൂന്നാമതൊന്നുണ്ടാവും. അതിനേക്കാണ് എന്തെന്ന് പറയാ ബുർഹാൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ബർഹ് എന്നുള്ളത് നാൾ പിടിച്ച്, ബർഹ് എന്ന് പറഞ്ഞാൽ കത്ത് മുറിക്കുക എന്നുള്ളതാണ്.
ഈ തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിരാളി എന്ത് ചെയ്താൽ എതിരാളി പെരട്ടിയും കണ്ട് മുറിഞ്ഞേൻ, പിന്നെ അവന് എണീച്ചു നിൽക്കാൻ സാധിക്കൂല. എതിരാളിയുടെ പെരടി മുറിക്കുന്ന തെളിവെന്ന, പിന്നെ അവനൊരു അക്ഷരം കാമ എന്ന് മുണ്ടൂല. എന്താ ഈ കാമ എന്ന് പറഞ്ഞാല്? ഈ കാമ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ആർക്കെങ്കിലും അറിയോ? കാമ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാ മാ മാത്രം പറയാൻ കാരണം അറിയണോലൊന്നും അടിക്കും. അറിയണോല് ഇപ്പൊ പറയണ്ട, പിന്നെ വേറെ എല്ലാവർക്കും അറിയല്ലോ, നോക്കട്ടെ. അറിയുമോ കാമ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരക്ഷരവും എന്നാണ് അതിന്റെ ആസില്. പക്ഷെ എന്തുകൊണ്ട് ഇന്ന് കാ സാ എന്ന് പറഞ്ഞിടീനോ, അല്ലെ സാമാന്ന് പറഞ്ഞിടീനോ? അതിനപ്പുറം ഒന്നുമില്ല. കാ തുടങ്ങിയിട്ടില്ലേ? കാന്നാണ് മലയാള അക്ഷരം തുടങ്ങുന്നത്. എവിടുന്നാണ്? എ ടു സെറ്റ് എന്ന് പറഞ്ഞില്ല നമ്മള്. എ ടു സെറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എന്തുകൊണ്ട് എ മുതൽ സെറ്റ് വരെ അതാണല്ലോ. അതാണ് കാമ എന്നുള്ളത്. കാ എന്നുള്ളത് തുടക്കാണ്. കാ എന്നുള്ളത് മലയാള അക്ഷരത്തിന്റെ തുടക്കം, മാ എന്നുള്ളത് അതിന്റെ അവസാനം. എന്ന് പറഞ്ഞാല് ഒരക്ഷരം ഒറ്റ അക്ഷരം മിണ്ടിയില്ല, ഒന്നും മിണ്ടിയില്ല എന്നർത്ഥം. അപ്പൊ ബുർഹാൻ എതിരാളി എന്താ പറയാ? കാമാന്ന് പറയാൻ അവിടെ അവസരം ഉണ്ടാവില്ല. അവൻ ആകെ എന്ത് ചെയ്താൽ തെളിവങ്ങൾ കിട്ടിയിട്ട് മാത്രമല്ല, ഈ ബയാദ് എന്ന അർത്ഥമുണ്ട്, വെളുപ്പ് എന്ന്. വെളുപ്പ് ഹൃദയത്തിലുള്ള സംശയങ്ങളൊക്കെ നീങ്ങിയിട്ട് വെറും ക്ലിയർ ആയി കഴിഞ്ഞ്, നല്ല വെളുത്ത നിറായി കഴിഞ്ഞാൽ അവന്റെ ഹൃദയം എന്നുള്ള. എന്തുകൊണ്ട്? സംശയങ്ങൾക്ക് ഒരു സംശയത്തിനാണല്ല. ഓൻ അംഗീകരിച്ചാല്ലെങ്കിൽ ഓനത് എന്ത് കാണിച്ചാലെങ്കിൽ അവിടെ ഹൃദയത്തിലെ സംശയം നീങ്ങിയിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. അന്നായിരിക്കും ഇവിടെ ബുർഹാൻ എന്ന് പറയാം. അതാ ബുർഹാൻ. ദലീൽ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഏകദേശം ഉറച്ച തെളിവിന് ഉറച്ച പ്രസ്താവം കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏകദേശം ധാരണയുള്ള വന്യായ പിന്നെ പ്രസ്താവനയാലും ദലീലുണ്ടാവാം. മനസ്സിലായില്ലേ? അങ്ങനെയും ദലീലുണ്ടാവാം, അതിന് വിരോധമൊന്നുമില്ല. അപ്പൊ ദലീലിനേക്കാൾ ഈ ഖാസാണ്, കുറച്ചും കൂടി കൂടുതൽ പ്രത്യേകത ഉള്ളതാണ്. എന്തെന്ന് പറഞ്ഞാല് ബുർഹാൻ എന്ന് പറയുന്നത്. ബുർഹാൻ ഖാസ്, ദലീല് ആമാണ്. കാരണം കൊണ്ട് ദലീലാകുമ്പോൾ ഉറച്ചതും ആവാം, ഉറപ്പില്ലാത്ത ഏകദേശം ധാരണകളാവാം. ഉദാഹരണം പറയുമ്പോൾ രാത്രിയിൽ ആയുധവുമായി നടക്കുന്ന ആളുകളെല്ലാവരും ആരാകുന്നു? കള്ളന്മാരാകുന്നു. അപ്പോ അതുകൊണ്ട് ഈ എന്റെ മുമ്പിലൂടെ നടന്നു പോകുന്ന ഈ ആയുധധാരിയായ വ്യക്തി രാത്രിയിൽ നടക്കുന്നവനാണ്. അതുകൊണ്ട് അവനെന്താകുന്നു? അവൻ കള്ളനാകുന്നു. ഇതിപ്പോ ഉറപ്പിച്ച് പറയാൻ പറ്റും? 100% ശരിയാവോ പറഞ്ഞത്? ഈ പറഞ്ഞത് രാത്രിയിൽ ആയുധവുമായി നടക്കുന്നവരെല്ലാവരും ആരാകുന്നു? കള്ളന്മാരാകുന്നു. അതാ, എന്റെ മുമ്പിൽ കൂടെ ഒരാള് രാത്രി സമയത്ത് എന്റെ മുമ്പിൽ കൂടെ ഒരാൾ ആയുധവുമായി നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവൻ ആരാകുന്നു? കള്ളനാകുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും ശരിയാവോ? ശരിയാവില്ല. അത് ഏകദേശം വന്യാണ്. ചിലപ്പോ കള്ളനായിരിക്കാം, ചിലപ്പോ പാറകാരനായിക്കൂടെ. അങ്ങാടിയൊക്കെ നോക്കാനുള്ള ഒരു പാറകാരൻ ആയിരിക്കാം. അവന്റെ എന്തുണ്ടാവും? അല്ലെങ്കിൽ പോലീസുകാരനായിരിക്കാം, വാച്ച്മാനായിരിക്കും. അതെ. അപ്പൊ അത് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല, അത് തന്നെയാണ്. മനസ്സിലായില്ലേ? നേരെ മറിച്ചുകൊണ്ട് നമ്മൾ പറയാം, ഈ ക്ലാസ് റൂമിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും മുസ്ലിമീങ്ങളാണ്. ക്ലാസ് റൂമിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന ഇവിടെ ടെക്സ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ക്ലാസ്സിലുള്ളവരാണ്. അതിനാൽ അവരെന്താകുന്നു? മുസ്ലിമീങ്ങളാകുന്നു. ഇതിപ്പോ എന്റെ ഉറപ്പ് വെച്ചിട്ടാണ് പറയുന്നത്. ക്ലാസ് റൂമിൽ പങ്കെടുക്കുന്നവരൊക്കെ മുസ്ലിമുകളാണെന്നുള്ള എന്റെ ഉറപ്പ് വെച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ ടെക്സ്റ്റ് അടിക്കുന്നവരൊക്കെ മുസ്ലിങ്ങളാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പ് കിട്ടിയത് വേറെ കാരണത്തിനാണ്. ആരെങ്കിലും ഒരാൾ മുസ്ലിങ്ങൾ ഉണ്ടാവുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ ഞാൻ എന്റെ ഉറപ്പ് വെച്ചാ പറയുന്നത്. അതുകൊണ്ട് ഈ ടെക്സ്റ്റ് അടിക്കുന്നവരൊക്കെ ആരാകുന്നു? മുസ്ലിങ്ങളാകുന്നു. ഇതെന്താണ്? ഒരു ഉറപ്പായ ഒരു കഥയാണ്. മനസ്സിലായില്ലേ? അത് യഖീനിയായതാണ്. ഇപ്പൊ ഈ ഗണിതശാസ്ത്രപരമായ കണക്കുകളൊക്കെ തന്നെ എന്താകും? ഏറ്റവും യഖീനിയായ, ഏറ്റവും നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു കഥയാണ്. എന്ത് പറഞ്ഞാൽ ഗണിതശാസ്ത്ര മര്യാദയായ അല്ലേ? ഒന്നും ചേർന്നാൽ 2, 2 കൂട്ടിയാൽ എത്രയാണ്? 4 എന്നുള്ളത് യഖീനിയ, യാതൊരു സംശയം അക്കാര്യത്തിലില്ല. ഗണിതശാസ്ത്രപരമായ വിഷയങ്ങളൊക്കെ തന്നെ എന്താ? അത് വളരെ യഖീൻ, നമുക്ക് ഉറച്ച ഒരു ധാരണ നൽകുന്ന ഒന്നാണത്, ഉറപ്പ് നൽകുന്ന ഒന്നാണ്. അപ്പം
രണ്ട് ഉറച്ച കളിയാൽ, രണ്ട് ഉറച്ച പ്രസ്താവനയാൽ ഉണ്ടാകുന്നതിനാണ് എന്തെന്ന് പറയാം ബുർഹാൻ എന്ന് പറയുന്നത്. മുസ്ലിം റഹിമഹുല്ലാഹ് ഇവിടെ ബുർഹാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കടന്നു പോയപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എത്തൂല. അതായത് ഈ പിന്നെ മൂന്നാല് ഐറ്റത്തിലുള്ള പിന്നെ യഖീനിയാത്തുണ്ട്. ഒരൊറ്റ ഓടിക്കൽ പറഞ്ഞു പോവാം, മനസ്സിലാക്കുന്നത് നല്ലതാണ്. പിന്നെ ഔവലിയാത്ത്, മുഷാഹദാത്ത്, അതുപോലെ തെജ്രീബിയാത്ത്, മുത്തവാത്തിറാത്ത്, ഹദസിയാത്ത്, ഫിത്രിയാത്ത്, ഇങ്ങനെ 5-6 തരത്തിലുള്ള 5 തരത്തിലുള്ള രീതികളുണ്ട്. ഔവലിയാത്ത് എന്ന് പറയും. യഖീനിയൊക്കെ ഒക്കെ ഉറച്ച കളികൾ തന്നെയാണ്, ഉറച്ച കളികളാണ്. എന്താണ് അൽ കുല്ലു അഅ്ളമു ജുസി, പിന്നെ കുല്ലി എന്നുള്ളത് ജുസിനേക്കാൾ വലിയതാണ്. അല്ലെങ്കിൽ രണ്ട് പരസ്പര വൈരുദ്ധ്യങ്ങൾ ഒരുമിച്ച് കൂടൂല, എന്നുള്ള ഉറപ്പാണ്. അത് അവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് നമുക്ക് അവിടെ ഉറപ്പ് വരുന്നുണ്ട്. അതിനാണ് ഔവലിയാത്ത്. പെട്ടെന്ന് ഔവലം നിൽക്കാൻ അവിടെ ചിന്തിക്കേണ്ട യാതൊരു കാര്യമില്ല. മുഷാഹദാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട്, ബാഹ്യമായ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാവുന്നതിന് മഹ്സൂസാത്ത് എന്ന് പറയുന്നത് ആന്തരികമായ പഞ്ചേന്ദ്രിയങ്ങൾ, പുറത്തുള്ള പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാവുന്നതിന് മഹ്സൂസ് എന്ന് പറയാം. കണ്ടറിവ്, തൊട്ടറിവ്, മണത്തറിവ്, രുചിച്ചറിവ്, കേട്ടറിവ് ഉണ്ടല്ലോ. ഈ അറിവ് കൊണ്ട് മനസ്സിലാവുന്നതിന് മഹ്സൂസാത്ത് എന്നാ പറയാം. എന്നാൽ നമ്മളെ ആന്തരികമായ ഇന്ദ്രിയങ്ങളുണ്ട്, ബാഹ്യേന്ദ്രിയങ്ങൾ, ആന്തരികമായ ഇന്ദ്രിയങ്ങളുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ മുഷാഹദത്ത് എന്ന് പറയാം. മനസ്സിലായില്ലേ? മുഷാഹദത്ത് എന്ന് പറയാം. പിന്നെ ഈ സൂര്യന് പിന്നെ തീക്ക് ചൂടുണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? നമ്മൾ മനസ്സിലാക്കുന്നത് തൊട്ടറിഞ്ഞുകൊണ്ടാണ് അല്ലേ? തീക്ക് ചൂടുണ്ട് എന്നുള്ളത് തൊട്ടറിഞ്ഞു. സൂര്യൻ ഉദിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടറിഞ്ഞിട്ടാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെ എന്താ പറയാ, നമ്മള് സൂര്യൻ ഉദിച്ചിരിക്കുന്നു എന്ന്, സൂര്യൻ പ്രകാശിക്കുന്നു, ഉദിച്ചിരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നത് ഏത് രൂപത്തിലാണ്? കണ്ടറിയുന്ന രൂപത്തിലാണ് നമ്മൾ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന, ശരീരത്തിലേക്ക് അതിൻ്റെ ഇത് നമ്മൾ അറിയുന്നുണ്ട്, ചൂടറിയുന്നുണ്ട്. അപ്പൊ ശരീരത്തെ തട്ടിയിട്ട് നമ്മൾ അറിയുന്നുണ്ട്. കണ്ടിട്ട് പറയാ, കണ്ണ് കാണാത്ത ആളുകൾ അറിയുന്നില്ലേ? അപ്പൊ അവരെ മേത്തേക്ക് ചൂട് ഏൽക്കുമ്പോഴാണ് അവർ അറിയുന്നത്. അപ്പൊ ഏതായാലും അത് പിന്നെ ബാഹ്യേന്ദ്രങ്ങളെ കൊണ്ടാണ്. എന്നാൽ പിന്നെ മുഷാഹദാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാത്തിനിയായ ഹവാസിനെ കൊണ്ട്. ഉദാഹരണം, എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയും, വിശപ്പുണ്ട് എന്ന് പറയും. വിശക്കാന്നുള്ളത് ഇപ്പൊ എവിടെയെങ്കിലും തൊട്ട് നോക്കിയാലേ അറിയാം, എവിടെങ്കിലും വയറ്റി തൊട്ട് നോക്കിയാൽ വിശപ്പുണ്ടെന്ന് അറിയാം, അല്ലെങ്കിൽ കണ്ണ് കൂട്ടിയാൽ അറിയാം. ചില ആളുകൾക്ക് കണ്ണ് നോക്കിയാൽ തന്നെ അറിയട്ടോ, അത് വേറെ, പക്ഷെ അത് സ്ഥായിയായതല്ല. അപ്പോ യഥാർത്ഥത്തിൽ വിശപ്പുണ്ട് എന്നുള്ള, എനിക്ക് വേദനയുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്, സന്താപമുണ്ട് എന്നുള്ളതൊക്കെ തന്നെ പിന്നെ അതൊക്കെ എങ്ങനെ അറിയുന്നത്? നമ്മുടെ ബാഹ്യേന്ദ്രിയങ്ങളെ കൊണ്ടല്ല അറിയുന്നത്, അത് ആന്തരികമായ ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ്. അതിനെയാണ് എന്ന് പറയാം മുഷാഹദത്ത് എന്ന് പറയാം. നമ്മുടെ അനുഭവം, മനസ്സിലായില്ലേ? മുഷാഹദത്തുകൾ ബാഹ്യേന്ദ്രിയം കൊണ്ടല്ല, ആന്തരിക ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്നത്. ഏത്? സന്തോഷം, സ്നേഹം, ദേഷ്യം, വെറുപ്പ്, ഭയം, ഇത് പിന്നെ വിശപ്പ് തുടങ്ങിയതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പോട്ടെ. അതാണ് മുഷാഹദത്ത്, മനസ്സിലായില്ലേ? അതേമാതിരി പിന്നെ തെജ്രിബാത്തുണ്ട്, പരിശോധിച്ചറിയാം. ഇതൊക്കെ യഖീനാണ്. ഞാനുണ്ട് എന്നുള്ളവരില്ലേ? നിങ്ങൾക്ക് സംശയമുണ്ടോ? അല്ലെ ഇമ്മാനുവൽ കാന്റിന്റെ മാതിരി ഞാൻ ഉണ്ടോ അല്ലെന്ന് നിൽപ്പിച്ചല്ല. അയാളങ്ങനെ മുമ്പ് ഒരു യൂറോപ്യൻ ചിന്തകനാണ് ഇമ്മാനുവൽ കാന്റ്. ഞാൻ ഉണ്ടോ ഇല്ലെന്ന് അയാൾ സ്വന്തം ഉണ്ടോ ഇല്ലെന്ന് അയാൾക്ക് അറിയില്ല. പിന്നെന്താ? അപ്പൊ ഞാൻ ഉണ്ടോ ഇല്ലെന്ന് ചിന്ത വരുന്നില്ലേ? ഇതൻ അന മൗജൂദ്, അന ഉഫക്കിർ ഇതൻ അന മൗജൂദ്. ഇങ്ങനത്തെ ഭ്രാന്താന്ന് തോന്നുമ്പോ കേട്ടാല് അയാൾ വലിയ പിന്നെ യൂറോപ്പിലെ ഏറ്റവും വലിയ തത്വചിന്തകനാ കാന്റ്, ഇമ്മാനുവൽ കാന്റ്. കേട്ടിരിക്കുമല്ലോ. പിന്നെ അവസാനം തെളിവിച്ചത് ചിന്തിച്ച് തല അപ്പുറം മറിഞ്ഞുപോയി. അയാളുടെ അസ്തിത്വം തന്നെ അയാൾക്ക് സംശയമായി. ഒരു കാര്യത്തിൽ അയാൾക്ക് വിശ്വാസമല്ലാതെ, കാണുന്ന ഒന്നും ശരിയില്ല, അതൊക്കെ എന്താണ്, അതൊക്കെ തോന്നലാണ്. കേൾക്കുന്നതൊന്നും ശരിയില്ല, അതൊക്കെ തോന്നലാണ്. ഞാനുണ്ടോ അത് എനിക്ക് ഉറപ്പില്ല. അപ്പൊ അവസാനം അയാൾ ചിന്തിച്ച അവസാനം എവിടെത്തി? ഞാനുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല എന്നുള്ളത് ചിന്തയാണല്ലോ. അപ്പൊ ചിന്തിക്കാൻ എവിടെ ഒന്ന് വേണമല്ലോ. അപ്പൊ ചിന്തിക്കാനുള്ളത് കൊണ്ട്, ചിന്ത ഉള്ളത് കൊണ്ട് ഞാനുണ്ട്. ഇതൻ ഇതൻ അന മൗജൂദ്. അതിലൂടെ ഇതിലേക്ക് എത്തുന്നത്, അള്ളാഹുവിന്റെ അസ്തിത്വത്തിലേക്ക് എത്തുന്നത് കേട്ടോ. വേറൊരു വിഷയമാണ്. ഇതൻ അന ഉഫക്കിർ, ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ചിന്ത എന്നുള്ളത് ചിന്തല്ലെങ്കിൽ ഞാനുണ്ടോ ഇല്ല എന്നുള്ള ചിന്ത കൂടി സമയത്ത് വേണമല്ലോ. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് കൊണ്ട് ഞാനുണ്ട്. അതുകൊണ്ട് ഞാനുണ്ടെങ്കിൽ എന്നെ ഉണ്ടാക്കിയ ഒരാൾ വേണം. അപ്പൊ ഒരാൾ വേണം, ദൈവം വേണം. ഈ രൂപത്തിലേക്ക് എത്തിയ ആളാണ് ഇമ്മാനുവൽ കാന്റ് എന്ന ആള്.
ഇതൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഗൂഗിളിലൊക്കെ നോക്കിയാൽ ആളെ സംബന്ധിച്ച് പറഞ്ഞേക്കാം. പിന്നെ ഷുക്കാക്ക്, ഷെയ്ഖ് ഷുക്കാക്ക് എന്ന് പറയാം, സംശയത്തിന്റെ പിന്നെ ഓക്കെ. അപ്പം പിന്നെ തെജ്രിബാത്ത്, അപ്പൊ തെജ്രിബാത്ത് എന്ന് പറഞ്ഞാൽ തെജ്രിബാത്ത് എന്ന് പറഞ്ഞാലിപ്പോ അനുഭവത്തിലൂടെ, അതായത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പരിശോധിച്ചറിഞ്ഞിട്ടുള്ളത്. നമ്മൾ നോക്കുക എന്താ പരിശോധിച്ചറിഞ്ഞത്? വെള്ളം നമ്മൾ ചൂടാക്കി നോക്കി, വെള്ളം ചൂടാക്കി നോക്കി എത്ര ഡിഗ്രിയിലെത്തുമ്പോഴാണ് അത് ചൂടാകുന്നത്, തിളക്കുന്നത്? അത് 100 ഡിഗ്രി എത്തുമ്പോഴാണ് ആ വെള്ളം തിളക്കുന്നത് എന്ന് നമുക്ക് അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇത് നമ്മളിപ്പോ എവിടെ പോയി അമേരിക്ക പോയിട്ട് ചെയ്ത് നോക്കുമ്പോൾ 100 ഡിഗ്രി എത്തുമ്പോൾ തന്നെയാണ് വെള്ളം ചൂടാകുന്നത്. ഇനിയിപ്പോ ഇന്ത്യയിലായി, ഇനി അലാസ്കനായി, ആഫ്രിക്കൻ കാർഡിനായി, എവിടെ നോക്കിയാലും വെള്ളം ചൂടാണെങ്കിൽ 100 ഡിഗ്രി വേണമെന്നില്ല. അപ്പൊ എന്താ നമുക്ക് ഉറപ്പ് വന്നാവുക 100 ഡിഗ്രി എത്തിയാലാണ് വെള്ളം ചൂടാവുക, തിളക്കുക, ചൂടാവില്ല തിളക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? അതെന്താണ് തെജ്രിബത്ത്? അതൊക്കെ യഖീൻ തന്നെ, അതൊക്കെ യഖീൻ തന്നെയാണ്. പിന്നെ മറ്റൊന്നെന്താണുള്ളത്? മുതവാത്തിറാത്ത്. മുതവാത്തിറാത്ത് എന്ന് പറഞ്ഞാൽ സംശയം, ഒരുപാട് ആളുകൾ കൂടി യോജിച്ചുകൊണ്ട് പിന്നെ ഒരു വിഷയം പറയാം. തെക്കുന്ന് വന്ന ആളുകൾ ഒരേ വിഷയം പറയുന്നു, വടക്കുന്ന് വന്ന ആളുകൾ ഒരു വിഷയം പറയുന്നു, അതുപോലെ തന്നെ പിന്നെ അതേ വിഷയം പിന്നെ അതേ പിന്നെ കിഴക്കുന്ന് വന്ന ആളുകളും പടിഞ്ഞാറ് വന്ന ആളുകൾ എല്ലാവരും ഒരേ വിഷയം പറയുന്നുണ്ട്. എന്ത്? ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് നമ്മൾ ജീവിക്കുന്ന ആളുടെ പോട്ടെ, വേറെ എന്നിട്ട് ഉഗാണ്ട എന്ന് പറയുന്ന ഒരു നാടുണ്ട് എന്നുള്ളത് ഇപ്പോ എല്ലാവരും പറയുന്നുണ്ട്. നോക്കണം, നമ്മൾ മനസ്സിലാക്കണം. അപ്പം പിന്നെ അത് എല്ലാവരും അങ്ങനെ പറഞ്ഞില്ല. അമേരിക്ക എന്ന് പറയുന്ന ഒരു നാടുണ്ട് എന്നുള്ളത് എന്താണ്? അതെല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ ഒരു നാടുണ്ട് എന്നുള്ളത്. ആരും അങ്ങനെ എല്ലാവരും കൂടി കളറാൻ സാധ്യതയില്ല. ഏത്? റഷ്യക്കാരും പറയുന്നു, അതുപോലെ തന്നെ ആഫ്രിക്കക്കാരും പറയുന്നുണ്ട്, അതുപോലെ നമ്മുടെ പശ്ചിമേഷ്യയുള്ള ആളുകളും പറയുന്നുണ്ട്, നമ്മുടെ വടക്കൻ തെക്കൻ ഏഷ്യയുള്ള ആളുകളും പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ രാജ്യമുണ്ടെന്ന്. അപ്പൊ അവരെല്ലാവരും കൂടി കളറാൻ സാധ്യതയില്ല. കാരണം ഇവരെ പരസ്പരം നമ്മൾ കാണുന്നില്ല, പരസ്പരം കണ്ടിട്ട് പിന്നെ യോജിച്ചുകൊണ്ട് കളറാൻ സാധ്യതയില്ല. അപ്പോ കളറിൽ യോജിച്ചതായിരിക്കാൻ സാധ്യതയില്ലാത്ത അത്ര കണ്ട ആളുകൾ പറഞ്ഞതിനാണ് മുത്തവാത്തിർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത് ഇതിന് ഉറപ്പാണ്. അങ്ങനെ മുത്തവാത്തിറായി കിട്ടിയാൽ ഒരു വിഷയം നമുക്ക് ഉറപ്പാവും. പിന്നെ ഹദസിയാത്ത് എന്ന് പറയുന്ന സാധനമുണ്ട്. ഹദസിയാത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ മനസ്സിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. അതേതാ? സംശയം നീങ്ങുന്നത്, അത് ഉറപ്പ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പ് ലഭിക്കും, സംശയം നീങ്ങും. പറയാണ് ചന്ദ്രന്റെ പ്രകാശം, സൂര്യനിൽ നിന്നാണ് അത് സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നു. അതെന്താണ്? ഹദസിയാത്താണ്. നമ്മൾ ചന്ദ്രന്റെ പ്രകാശം ഏതിൽ നിന്നാണ് സ്വീകരിക്കുന്നത്? സൂര്യനിൽ നിന്നാണ്. എന്താ കാരണം? ഞാൻ ഉറപ്പിച്ച് പറയുന്നത്, എനിക്ക് തെളിവ്, നിങ്ങൾക്ക് എന്തായാലും തെളിവുള്ളത് ആർക്കും പറയാൻ പറ്റുമോ? എനിക്ക് ഉറപ്പാണ് എന്തെന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യനിൽ നിന്ന് സ്വീകരിച്ചതാണെന്നത് എനിക്ക് തെളിവുണ്ട്. നിങ്ങൾക്ക് ആർക്കും എന്തായാലും തെളിവ് പറയാൻ പറ്റുമോ? എന്ത് തെളിവാണെന്ന് മനസ്സിലാക്കി തെളിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കേട്ടാറാണ്, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നു, അപ്പൊ തെളിവായി. എന്താണുള്ളത്? ആരെങ്കിലും പറയാൻ പറ്റുമോ? ചന്ദ്രന്റെ പ്രകാശം സൂര്യനിൽ നിന്നാണ് എടുക്കുന്നത് എന്നുള്ളത് ആരും പറയുന്നില്ല. സിദ്ദീഖിന് പറയുന്നത് കേട്ടറിവാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല, എനിക്ക് വിരോധമില്ല. അപ്പൊ ഇനി ഒരു കാര്യം, ഞാൻ ഒരു കാര്യം പറയാം. അപ്പൊ നിങ്ങൾ യോജിക്കുമല്ലോ, നിങ്ങൾ തീരുമാനിക്കാം. അതായത് ഈ ചന്ദ്രന്റെയും സൂര്യന്റെയും ഇടയിൽ, അല്ല ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ ചന്ദ്രന്റെയും സൂര്യന്റെ ഇടയിൽ ഭൂമി വരുമ്പോൾ, ശരിക്കും മനസ്സിലാക്കണം, ചന്ദ്രന്റെയും സൂര്യന്റെ ഇടയിൽ ഭൂമി വരുമ്പോൾ ഏതിന് വ്യത്യാസമുണ്ട്? രൂപത്തിന്, ഈ ചന്ദ്രന്റെ രൂപത്തിന് വ്യത്യാസമുണ്ട് അല്ലേ? അതിന് കളർ മങ്ങുന്നില്ലേ? ഈ ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞ എന്താ സാധനം സഹോദരന്മാരെ? ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞ സാധനം എന്താ? ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ഗ്രഹണം എന്ന് പറയുന്നത് എന്താണ്? ഏതിന്റെ നിഴൽ വീഴാണ് അതിന്റെ മേല്? ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിയുന്നു അല്ലേ? അപ്പൊ ഭൂമിയുടെ മേൽ ചന്ദ്രനിൽ വരുന്നത് കൊണ്ടാണ് ചന്ദ്രന്റെ നിറം വാങ്ങുന്നത്. അപ്പോ ഒരു മറ വന്ന്, ഭൂമി എന്ന് പറയുന്ന മറ അവിടെ വന്നതുകൊണ്ട് ചന്ദ്രന്റെ നിറം മങ്ങി. അതല്ലാത്ത സമയത്ത് അപ്പൊ നേരിട്ട് നേരെ ഏത് അടിക്കാൻ? സൂര്യന്റെ വെളിച്ചമാണ് ഏതിലേക്ക് അടിക്കുന്നത്? ചന്ദ്രനിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ മെറ്റാൻ വന്ന് ഭൂമി ഒന്ന് വന്നുകയാണെങ്കിലാണ് മറ. എളുപ്പണ്ടായിട്ട് ശരിക്കും നമ്മൾ ഇന്ന് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന പകലാണ് രാത്രിയാവട്ടെ,
പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രൻ ഏതെന്നാണ് വെളിച്ചം സ്വീകരിക്കുന്നത്? സൂര്യനിൽ നിന്നാണ്. എപ്പോഴെങ്കിലൊക്കെ അത് മങ്ങൽ വരുന്നത് ഭൂമി മറയായി വരുന്നത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഉറപ്പായല്ലോ. ഇതാണ് ഇങ്ങനെ മനസ്സിലാക്കുന്നത് ഹാദിസ് എന്ന് പറയട്ടെ. അതൊക്കെ പറഞ്ഞാൽ നമ്മൾ തമ്മിപ്പോ തന്നെ കഴിയും. അപ്പൊ ഇതൊക്കെ എന്താണ്? യഖീനിയാത്താണ്. ഇങ്ങനെ യഖീനായ രണ്ട് വിഷയങ്ങളിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന മറ്റൊന്നാകുന്നു എന്തെന്ന് പറയാം, ബുർഹാൻ എന്ന് പറയുന്നത്. ഏതല്ലാട്ടെ നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മാ ബുർഹാനു വുജൂദിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആസിഫത്തിന്റെ ലക്ഷ്യം, തെളിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ശക്തി കിട്ടാൻ വേണ്ടി ലക്ഷ്യം നൽകണം. ഏകദേശം ഒന്ന് തന്നെയാണെന്നാലും ഒന്നുകൂടി ശക്തമായത് ലക്ഷ്യം എന്ന് പറയാം. അത് അമ്മാ ബുർഹാനു വുജൂദിഹി തആല ഫഹുദൂസുൽ ആലം, ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവമാണ്. ശരിക്കും നല്ല മനസ്സിലാക്കിയോളെ. നമ്മൾ പലതും അങ്ങോട്ടും കുറച്ചൊക്കെ നീങ്ങും. കാരണം നമ്മള് ബുർഹാനാണ് പറയുന്നത്. ബുർഹാനാകുമ്പോ നമുക്ക് എന്താണ് ഉറച്ച കഥയായിരിക്കണം, എല്ലാവർക്കും അനുഭവവേദ്യമായിരിക്കണം. നമ്മൾ ഖുർആനിന്റെ ഹദീസിൽ മാത്രം പറഞ്ഞു നിർത്തില്ല. അത് ബുദ്ധിയുള്ളവർക്കൊക്കെ ചിന്തിക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന വിഷയമാണ്. ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് എന്താ? പിന്നെ അല്ലാഹു തആല ഉണ്ട് എന്നതിന്റെ തെളിവെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിന് ഉത്ഭവം ഉണ്ടായി എന്നുള്ളത് തന്നെ. പ്രപഞ്ചത്തിന് എന്തുണ്ടായി? ഹുദൂസുൽ ആലം, ഹുദൂസുൽ ആലം. ഈ പ്രപഞ്ചം ഹാദിസാണ്, പ്രപഞ്ചത്തിന് ഉത്ഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ലാഹു എന്നുള്ളതിന്റെ തെളിവ്. എന്താ അങ്ങനെ വരാൻ കാരണം? പ്രപഞ്ചം പിന്നെ പുതുതായി ഉണ്ടായെന്നുള്ളത് കൊണ്ട് അല്ലാഹു തആല ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാവോ? ആവോ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പ്രപഞ്ചത്തിന് ഉത്ഭവമുണ്ട്, തുടക്കമുണ്ട് എന്ന് പറയുമ്പോൾ അത് തുടക്കം കുറിച്ചതായിരിക്കുന്ന ഒരാളാണെന്നുള്ളത്. ഇനി അങ്ങനെയല്ലെങ്കിലോ പ്രപഞ്ചത്തിന് ഉത്ഭവമുണ്ട്, അതവസരത്തിൽ അതിനെ ഉത്ഭവിപ്പിച്ച ഒരാളില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണത്? പിന്നെ പ്രപഞ്ചം സ്വന്തം നൽകിയിട്ടാണെങ്കിലും പ്രപഞ്ചം എന്താകുന്നു? പ്രപഞ്ചം എന്താകുന്നു? അത് പ്രപഞ്ചത്തിന് ഉത്ഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനെ ഉണ്ടാക്കിയ ഒരാളില്ല, ഉണ്ടാക്കിയ വേറൊരാളില്ല. പ്രപഞ്ചം തനിയെ ഉണ്ടായതാണ്. അങ്ങനെയല്ലേ വരിക? രണ്ടാമതല്ലേ വരുള്ളൂ. ഉത്ഭവമുള്ള ഒരു വസ്തുവിന് ഒന്നുകിൽ അതിനെ വേറൊരാൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് സ്വന്തം ഉണ്ടാക്കണം. അങ്ങനെയല്ല, രണ്ടല്ലാതെ മൂന്നാമത്തൊന്നുണ്ടാവോ? മൂന്നാമത്തൊന്നുമില്ല. ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ഒരാളില്ലാതെ സങ്കല്പിച്ചാൽ അത് സ്വയമായിട്ടുണ്ടായതാണ് എന്ന് പറഞ്ഞാൽ ലസിമ അൻ യകൂന അഹദുൽ അംറൈനി മുതസാവിയൈനി മുസാവിയൻ ലിസാഹിബിഹി റാജിഹൻ അലൈഹി ബിലാ സബബിൻ വഹുവ മുഹാൽ. നല്ലോണം ശ്രദ്ധിക്കണം, നല്ല മനസ്സിലാവുള്ളൂ. നല്ലോണം ശ്രദ്ധിക്കണം. വിഷയം ശ്രദ്ധിച്ചെങ്കിൽ തന്നെ നമുക്ക് ബാക്കി വാങ്ങാൻ കിട്ടുള്ളൂ. പ്രപഞ്ചം ഉണ്ടായതാണ് അംഗീകരിക്കുന്നു. അത് നമ്മൾ തെളിവ് പറയട്ടോ. പ്രപഞ്ചത്തിന് ഉത്ഭവം ഉണ്ട് എന്നുള്ളതിന് തെളിവ് പറയുന്നുണ്ട്. അതാണ് തൊട്ടടുത്ത് പറയുന്നത്. പ്രപഞ്ചം ഉണ്ടായതാണ് അല്ലാഹു എന്നുള്ളതിന് തെളിവ്. എന്നാൽ പ്രപഞ്ചം ഉണ്ടായിക്കോട്ടെ, പക്ഷെ അല്ലാഹുവാണ് ഉണ്ടാക്കിയത് തെളിഞ്ഞോണമെന്നില്ലല്ലോ. അത് സ്വയം ഉണ്ടായിക്കൂടെ? ഇന്നിപ്പോ മാർക്സിസ്റ്റുകാരും നിരീശ്വരവാദികളൊക്കെ പറയുന്നത് പോലെ എന്ത് പറയുന്നവർ പ്രപഞ്ചത്തിന് ഉത്ഭവം ഉണ്ട് എന്ന് ഇപ്പോൾ സമ്മതിക്കാൻ തുടങ്ങി. ഇതുവരെ അവർ സമ്മതിച്ചില്ല. പ്രപഞ്ചം അനാദിയാണെന്നാണ് പറയുന്നത് ഒരു വിഭാഗം ആളുകൾ. എന്നാൽ പ്രപഞ്ചം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്നു. ബിഗ് ബാങ്ങോട് കൂടെ അവർക്ക് അംഗീകരിക്കാൻ നിർബന്ധമായി വന്നിട്ട് ഡയറക്ടർ ആളുകൾ നിരീശ്വരവാദികൾ അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പക്ഷെ അത് വേറെ ഉണ്ടാക്കിയ ആവശ്യമില്ല. അതിന്റെ ഉള്ളിൽ സ്വന്തം പ്രവർത്തനങ്ങളെ കൊണ്ട് അതിലെ രാസഘടകങ്ങളും മറ്റതൊക്കെ കൂടി ചേർന്ന് ഒരു മിതമായ സാന്ദ്രതയിൽ എത്തിയപ്പോൾ എങ്ങനെ പറഞ്ഞാൽ ഒരു സാന്ദ്ര, എന്ത് സാന്ദ്രത അവർ പറഞ്ഞെന്താ അറിയോ? പിന്നെ സാന്ദ്രതയുടെയും താപത്തിന്റെയും പാരമ്യതയിലെത്തിയപ്പോൾ പൊട്ടിത്തെറിച്ചു. ഇതാ എങ്ങനെ പാരമ്യതയിലെത്തിയത്, സാന്ദ്രതയിലെത്തിയത് എങ്ങനെ? പ്രപഞ്ചത്തിന് ഒരു സാന്ദ്രത, അത് സാന്ദ്രതയുടെയും താപത്തിന്റെയും ഒരു പാരമ്യതയിലെത്തി. എങ്ങനെ എത്തി? എന്തുകൊണ്ട് ഈ സമയത്ത് എത്തി? മുന്നെത്തി? നമ്മൾ ചോദിക്കുന്നതാ.
അതാണ് അവർ പറയുന്നത്. ഏതാണ്ടോ വെച്ച് നോക്കുക. പിന്നെ അതെ സ്വയം ഉണ്ടായതാണ്. ലജിമ അങ്ങനെ സ്വയം ഉണ്ടായതാണെന്ന് വെക്കുമ്പോൾ ലജിമ യകൂന അഹദുൽ അംറൈനിൽ മുതസാവിയൈനി, രണ്ട് തുല്യമായ സമമായ രണ്ടാൽ ഒരു കാര്യം ആയിരിക്കണം. മുസാവിയൻ ലിസാഹി, മറ്റൊന്നിനോട് സമമായതാകണം. റാജിഹൻ അതിനേക്കാൾ കൂടുതലും വേണം. ബിലാസ് യാതൊരു കാരണമില്ലാതെ വഹു മുഹാലും ഹാലാണ്. രണ്ട് തുല്യമായ വസ്തുക്കൾ. മുസാവി രണ്ട് എല്ലാ നിലക്കും തുല്യമായ അവസ്ഥയുണ്ട്. ഉദാഹരണം തുലാസ് എടുത്തോളൂ. ഒരു തുലാസ്, ഈ ഒരു തുലാസിന്റെ രണ്ട് തട്ടുകൾ സങ്കല്പിക്കാം. എല്ലാവരും തുലാസ് സങ്കല്പിച്ചില്ലേ? എല്ലാവരും തുലാസ് സങ്കല്പിച്ചോല്ലേ? മനസ്സിൽ തുലാസ് കെട്ടിത്തൂക്കി. അതെ, അത് രണ്ട് തട്ടുകളും ഒരുപോലെ, രണ്ട് തട്ടുകളും ഒരു കറക്റ്റായിട്ടാണ് നിൽക്കുന്നത്, ഒരു വ്യത്യാസമില്ല. അപ്പൊ ഒരു തട്ട് മറ്റേ തട്ടിനോട് എന്താകുന്നു? ഒരു തട്ട് മറ്റേ തട്ടിനോട് തുല്യ രീതിയിൽ തന്നെ നിൽക്കുന്നു, ഒരു വ്യത്യാസമില്ല, കറക്റ്റായിട്ടാണ്. അതാണ് അഹദുൽ അംറൈനിൽ മുതസാവിയൈനി, തുല്യമായ രണ്ട് കാര്യത്തിൽ ഒന്നാവണം. മുസാവി മറ്റൊന്നിനോട് സമമായിരിക്കണം. അതായത് മറ്റൊന്നിനേക്കാൾ കനം കൂടിയതുമായിരിക്കണം. ഒരു കാരണം കൂടാതെ എന്താവുക? ഒരു തട്ടങ്ങ് താന്നുപോയി, ഒരു കാരണമില്ലാതെ ഒരു തട്ടങ്ങ് താന്നുപോയി എന്നുള്ള വാദം മുഹാലൻ. അത് മുഹാലല്ലേ? ഉറപ്പല്ലേ? ഒരു കാറ്റടിച്ചിട്ടില്ല, ആരും ഊതിയിട്ടില്ല, ഒരു കട്ടിയത് വെച്ചിട്ടില്ല, ഒരു മുളകിൽ ഉണങ്ങിയ മുളക് പോലും ആ തുലാസിൽ എടുത്ത് വെച്ചിട്ടില്ല. എന്നിട്ട് ചെയ്താൽ പക്ഷേ ഒന്നും വെക്കാതെ ഒരു സമയമില്ല. കാറ്റടിക്കുകയോ എന്തെങ്കിലും സാധനം വെക്കുകയോ ഒന്നും ചെയ്യാതെ തുല്യമായ രണ്ട് ഈ തുലാസിന്റെ രണ്ട് തട്ടുകൾ ഒന്ന് പിന്നെ പെട്ടെന്ന് ചെയ്യുന്നു താന്നു പോവുക എന്നുള്ളത് എന്താണ്? അത് മുഹാലാണെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കൂലേ? അംഗീകരിക്കുമല്ലേ? നിങ്ങൾ എനിക്ക് വേണ്ടി മൂളിത്തരേണ്ട കാര്യമില്ല. നിങ്ങളെ ബുദ്ധി സംസാരിക്കുന്നതൊക്കെ നമ്മുടെ അക്കലിനോടാണ്. അക്കൽ അംഗീകരിക്കൽ മാത്രം പറഞ്ഞാൽ മതി. അംഗീകരിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ന്യായസഹിതം സമർത്ഥിക്കുകയും ചെയ്യാം. ഉറപ്പാണ്. ഈ രണ്ട് ഒരുപോലെ ഇരിക്കുന്ന തുലാസിന്റെ രണ്ട് തട്ട് ഒരു കാരണവുമില്ലാതെ എന്ത് ചെയ്യില്ല, പെട്ടെന്നുണ്ടാവില്ല. അത് റാജിഹൻ മറ്റതിനേക്കാൾ മുൻതൂക്കമുള്ളതാവില്ല. മുഹാലാണ്. അപ്പൊ ഞാൻ പറയട്ടെ, പ്രപഞ്ചം ഉണ്ടായി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, പ്രപഞ്ചം ഉണ്ടായതാണ് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, എന്നാൽ ഈ പ്രപഞ്ചത്തിലേക്ക് ചേർന്ന് ഉണ്ടാവലും ഉണ്ടാവാതിരിക്കലും തുല്യ സമമായിരുന്നു അല്ലേ? പ്രപഞ്ചം ഉണ്ടായതാണ് ഇല്ലാതിരിക്കും സംഭവിക്കുന്നുണ്ടല്ലോ. പ്രപഞ്ചത്തിന് ഉത്ഭവം ഉണ്ട് എന്ന് അംഗീകരിക്കുന്ന ഒരാള് ഇപ്പോൾ പ്രപഞ്ചം ഉണ്ടായിട്ടുണ്ട്, ഉത്ഭവം ഉണ്ട് അംഗീകരിക്കുമ്പോൾ അതിന് മുമ്പ് അതിനുണ്ടായ ഉത്ഭവമില്ലായിരുന്നു. അപ്പോ ഈ ഒരു വസ്തുവിനെ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാൻ തുല്യ സാധ്യതകളായിരുന്നു. തുലാസിന്റെ രണ്ട് തട്ടുകൾ പോലെ തുല്യ സാധ്യതകളുള്ളതായിരിക്കുന്ന ഒന്നും പെട്ടെന്ന് മാറ്റം വന്നുകൊണ്ട് ഈ ഇല്ലായ്മയുടെയും ഉണ്ടാവുന്നതിന്റെ ഇടയിൽ കിടക്കുന്ന ഉജൂദിന്റെയും അതിന്റെയും ഇടയിൽ കിടക്കുന്ന ഒരു അവസ്ഥയെ പെട്ടെന്ന് ഉജൂദിലേക്ക് വന്ന് അങ്ങനെ വരണമെങ്കിൽ ഒരു കാരണം വേണ്ടേ? ഈ തുലാസ് രണ്ട് ഒരുപോലെ ഇരിക്കുന്ന രണ്ട് തട്ടുകൾ, തുലാസിന്റെ രണ്ട് തട്ടുകള് പെട്ടെന്ന് ഒന്ന് താഴെയോ ഒന്ന് താഴണമെങ്കിൽ അതിനൊരു കാരണം വേണം. ഇതുപോലെ പ്രപഞ്ചം എന്ന് പറയുന്നത് മുംകിനാണ്. അത് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും തുല്യ സാധ്യതകളായിരുന്നു. ആ തുല്യ സാധ്യതകൾ പെട്ടെന്ന് എങ്ങനെ ഉണ്ടായി? സ്വന്തം ഉണ്ടായി പറഞ്ഞാൽ എങ്ങനെ സ്വന്തം ഉണ്ടാവാൻ തുല്യമായിരുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം തുല്യമായിരുന്നു. ആ അവസ്ഥയിൽ അത് ഒന്ന് ഉണ്ടാവണമെങ്കിൽ അതൊരു കാരണമാണ്. കാരണമില്ലാതെ പറഞ്ഞാൽ അത് മുഹാലാണ്, അത് അംഗീകരിക്കാൻ പറ്റില്ല. അതേപോലെ ഈ തുലാസിന്റെ രണ്ട് തട്ടിൽ ഏതെങ്കിലും ഒന്ന് ഒരു കാരണമില്ലാതെ പെട്ടെന്നുണ്ടായി തീർന്നത് താഴോട്ട് പോയി എന്ന് പറയുന്നത് പോലെ മുഹാലായ കാര്യമാണത് എന്ന് പറയുമ്പോൾ അസംഭവമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് ഫഹുദൂസുൽ ആലമീൻ ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം ആണ്. എന്തുകൊണ്ട് പ്രപഞ്ചം ലൗലം യകുല്ലഹു ഈ പ്രപഞ്ചത്തിന് ഇല്ലെങ്കിൽ, മുഹദ്ദിസ് ഉണ്ടാക്കിയ ഒരാളില്ലെങ്കിൽ, അങ്ങനെയെല്ലാം സങ്കല്പിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെ ഉണ്ടായി? സ്വയം ഉണ്ടായതാണെന്ന് പറയുകയാണെങ്കിൽ നിർബന്ധമായി ഈ പ്രപഞ്ചത്തിന് പ്രപഞ്ചത്തിന് ഉണ്ടാവുന്ന രണ്ട് കാര്യത്തിൽ ഒരു കാര്യം നിർബന്ധമായി മുസാബിഹി സാഹിബി അതിന്റെ മറ്റൊന്നിനോട് തുല്യമായതിനേക്കാൾ കൂടുതൽ പ്രാമുഖ്യമുള്ളതുമായി
വിലാസത്തിന് ഒരു കാരണം കൂടാതെ ഓഹോ മുഹാലിൻ അത് മുഹാലാണ്. ഇവിടെ നമ്മൾ സങ്കല്പിച്ചതാണ് ഒരു തുലാസിന്റെ രണ്ട് തട്ടും ഒരുപോലെ ഇരിക്കുന്നത് എന്നാണ് നമ്മൾ സങ്കല്പിച്ചത്. നമ്മൾ തുലാസിന്റെ തട്ട് സങ്കല്പിച്ചത് എങ്ങനെയാണ്? രണ്ടും തുല്യമാണ് സങ്കല്പിച്ചു. അപ്പൊ തുല്യമാകുമ്പോൾ തുല്യമാണ് സങ്കല്പിച്ച് പിന്നെ രാജ്യാവുമല്ലോ. ഒരു വസ്തു മറ്റൊന്നിനോട് തുല്യമാണെന്ന് വൈരുദ്ധ്യമായി. ഒരു വസ്തു മറ്റൊന്നിനോട് തുല്യമാവുകയും ചെയ്യുന്നു, അതേ കുറച്ചും കൂടി കൂടുതൽ പറയാം. അപ്പൊ തുല്യം നേടാൻ പറ്റുമോ? തുല്യം നേടാൻ പറ്റുമോ? ഒരു രണ്ട് വര വരച്ചു, രണ്ട് വര കൃത്യമാണ്, രണ്ട് വര, രണ്ട് മുത്തസാബിയാണ്, രണ്ട് ഒരുപോലെ ഇരിക്കുന്ന രണ്ട് വരയാണ്. അപ്പൊ ഒരാൾ ഇത് തുല്യവുമാണ്, ഒരു വര കുറച്ച് കൂടുതൽ നീളമുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഈ രണ്ട് വരയും തുല്യമുള്ളതുമാണ്, ഒന്ന് കൂടുതൽ നീളമുള്ളതുമാണ് പറയാൻ പറ്റൂല. അതുകൊണ്ട് പരസ്പര വൈരുദ്ധ്യമാണ്. തുല്യ നീളമാണെന്ന് പറഞ്ഞാൽ അത് ഒരേ കറക്റ്റിലാണ്. പിന്നെ കുറച്ചുകൂടി നീളം പറഞ്ഞാലോ അത് വൈരുദ്ധ്യം. അതുപോലെ വരും. കാരണം പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം അതിന് അത് ഉണ്ടാവാതിരിക്കാൻ തുല്യ സാധ്യത ഉണ്ടായിരുന്നു. അവ തുല്യ സാധ്യത പെട്ടെന്ന് ഒരു കാരണമില്ലാതെ പിന്നെ അങ്ങനെ ഒന്ന് മാത്രം കൂടുതൽ പിന്നെ എന്തായി അതിന് ശക്തി കൂടുകയും അത് കൂടുതൽ റാജിഹായി എന്ന് പറഞ്ഞാല് അത് പിന്നെ മുൻതൂക്കമായത് എങ്ങനെ ആവുക എന്നുള്ളത് അത് മുഹാലാണ്. പിന്നെ അതിന്മാരൊക്കെ ശ്രദ്ധിക്കും. ഇങ്ങനെ ഈ പരസ്യം ഒട്ടിച്ചു പോകുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. അത്ര ആളുകളെ ഫോൺ ചെയ്തിട്ട് കുറച്ച് ദിവസത്തിനാണ് ഒരാൾ നടത്തുന്നത്. ശല്യം വരുമ്പോഴൊക്കെ അവിടെ ഒഴിവാക്കുക. പിന്നെ രണ്ടാമത് ഒന്നും ഒട്ടിച്ചു പോകില്ല, ശല്യം കൂടുതലുണ്ടെങ്കിൽ. പിന്നെ അപ്പം അപ്പൊ രണ്ട് തുല്യമാരുടെ കാര്യം തുല്യമാവുന്നതോടെ ഒന്നിനേക്കാളും ചെയ്യും കൂടുതൽ ഒരു കാരണം കൂടാതെ അങ്ങനെയാണെങ്കിൽ അത് ഓഹോ മഹാലും. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ ഈ പ്രപഞ്ചത്തിന് എന്തുണ്ട്? ഹാദിസാണ് എന്നും ആ പ്രപഞ്ചം എന്താകുന്നു ഹാദിസാണ് വന്നു കഴിഞ്ഞാൽ അതൊരു കാരണമാണെന്നുള്ളത് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് കാരണമല്ലാതെ സ്വയം ഉണ്ടായിരുന്നത് നമ്മൾ ബാധ്യത. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് ഒരു കാരണം ഉണ്ടാവാനുള്ളത് സ്ഥാപിക്കുന്നതുകൊണ്ട് കാരണമില്ലാതെ ഉണ്ടാവാനുള്ളത് മുഹാലാണ്. കാരണം തുല്യ അവസ്ഥ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവാൻ ഒരുപോലെ സാധ്യതയുള്ള ഒന്ന് ഒരിക്കലും പ്രത്യേക ഒരു കാരണം പുറത്തുനിന്നുള്ള ഒരു ഇടപെടലില്ലാതെ അത് ഏതെങ്കിലും ഒന്നിലേക്ക് മാത്രം വരൂല. അപ്പം തീർച്ചയായും ഇവിടെ പ്രപഞ്ചം ഉണ്ടായി എന്നുള്ളത് പ്രപഞ്ചത്തിന് ഉത്ഭവം ഉണ്ടായി എന്നുള്ളത് തീർച്ചയായും അതിന് പിന്നിൽ പ്രവർത്തിച്ച അതിൽ ഇടപെട്ടായിരിക്കുന്ന ഒരു സബബ് ഒരു മുസബ്ബിബായ അല്ലാഹു ഉണ്ട് എന്നുള്ളതിന് തെളിവാകുന്നു. അപ്പൊ ഉണ്ടാക്കിയ ആളാണെന്നുള്ളത് ഇനി നമ്മൾ നോക്കാനുള്ളത് അറിയോ? ഹാദിസാണോ എല്ലാ കാര്യമാണ് നോക്കാനുള്ളത്. അത് നമ്മൾ തെളിയിക്കാൻ പോവാണ്. ഇന്നത്തെ ശാസ്ത്രത്തിൽ നമ്മളെ പ്രപഞ്ചത്തിന് എത്ര വയസ്സ് പറയുന്നുണ്ട്? നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ വയസ്സ് എത്ര? ഞാൻ ഇവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ വയസ്സ് നൂർക്ക് നേരം ശതമാനം ഉറപ്പുള്ളതല്ല. ഇന്നിപ്പോ ഏകദേശം അംഗീകരിച്ചൊരു കണക്ക് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞൊരു വയസ്സുണ്ട്. പിന്നെ എന്താണ് എത്ര വയസ്സുണ്ട് പ്രപഞ്ചത്തിന്? നമ്മുടെ ഈ പ്രപഞ്ചത്തിന് ഭൂമിക്കല്ല കേട്ടോ. ഭൂമിയൊക്കെ പിന്നെയും കുറെ കഴിഞ്ഞിട്ടുണ്ടായി. ഈ പ്രപഞ്ചത്തിന് എത്ര വയസ്സുണ്ട്? 5200 കുറവോ? അതൊന്നല്ല. അതൊക്കെ മറന്ന് എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എത്ര വയസ്സുണ്ട് പ്രപഞ്ചത്തിന്? മറന്നോ? ബിഗ് ബാങ് ഉണ്ടായിട്ട് എത്ര വർഷമായി? അങ്ങനെ ചോദിക്കുമ്പോൾ വയസ്സെന്ന് ചോദിച്ചിട്ട് ഭാഷ മാറിയിട്ടേക്കും. ബിഗ് ബാങ് ഉണ്ടായിട്ട് പൊട്ടിത്തെറിയിലൂടെയാണ് മഹാവിസ്ഫോടനം എന്നാണല്ലോ നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണത്. ബിഗ് ബാങ് എന്ന് പറയുന്ന എന്ന് തിയറി ഉണ്ടല്ലോ. അത് പ്രകാരം നമ്മുടെ പ്രപഞ്ചത്തിന് 1370 കോടി വർഷത്തെ പഴക്കമുണ്ട്, വയസ്സുണ്ട്. അതായത് പ്രപഞ്ചത്തിന്റെ വയസ്സ് 1370 കോടിയാണ്. അംഗീകരിക്കാം. ഓക്കെ. അപ്പൊ ഈ പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് എന്നുള്ളതാണ്. പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അല്ലേ? പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഏകദേശം ഇതേമാതിരി ഒരു കണക്കായി വേറെ നമുക്ക് മനസ്സിലാകുന്നത് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ചോദിച്ചു എന്ന് പറഞ്ഞേക്കുന്നത്. ആരോട്? ഞാൻ ഹദീസ് കണ്ടിട്ടില്ല, ഞാൻ കേട്ടതാണ്.
ഈ പ്രപഞ്ചത്തിന് ഇന്നത്തെ പ്രപഞ്ചത്തിന്റെ ഈ തുടക്കം 1370 വർഷങ്ങൾക്ക് മുമ്പാണ് പ്രപഞ്ചം ഉത്ഭവിച്ചത് എന്ന് ഇന്ന് പിന്നെ ശാസ്ത്രം അംഗീകരിക്കുന്നത്. ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ട തത്വമാണ്. പ്രപഞ്ച ഉൽപ്പത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഏറെക്കുറെ അംഗീകരിക്കുന്ന ഒരു തിയറിയാണ്. തിയറിയല്ല, അതൊരു പിന്നെ അതൊരു യാഥാർത്ഥ്യമായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നു. തിയറിയിൽ മാത്രം ഒതുങ്ങേണ്ടതില്ല, നെതിരിയല്ല ഹഖീഖത്താണ് എന്ന് തന്നെ അവര് എന്തുന്നുണ്ട് അവർ പറയുന്നുണ്ട്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. അപ്പം ഇതിനോട് സമാനമായ ഒരു ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു റസൂൽ ചോദിച്ചു, എന്താ ചോദിച്ചത്? ജിബ്രീലേ, നിങ്ങളുടെ പ്രായം എത്ര ചോദിച്ചപ്പോ പിന്നെ ബാവമേറാക്ക് മൈക്ക് വേണം. അജ്മൽ ടിവിഎം ബാവമേറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മൈക്ക് വേണം. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് ഇപ്പം മൈക്ക് റിലീസ് ചെയ്യാം. അർജന്റ് ഉണ്ടെങ്കിൽ അറിയിക്കാൻ. മൈക്ക് കൂടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സുഖം നൽകിയല്ലോ, അത് സന്തോഷമുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് തന്നെ പ്രവേശിക്കാം. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു എത്ര പ്രായം? ആ ജിബ്രീലിന് മറുപടി എന്താ അറിയോ? ഒരു നക്ഷത്രം. ആ ഒരു നക്ഷത്രം 70,000 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരിക്കൽ ഉദിക്കുന്നത്. ആ നക്ഷത്രം എത്ര വർഷങ്ങൾക്ക് ശേഷം ഉദിക്കുന്നത്? 70,000 വർഷങ്ങൾക്ക് ശേഷമാണ് ആ നക്ഷത്രം ഉദിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നക്ഷത്രം 70,000 പ്രാവശ്യം ഉദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നിങ്ങളിപ്പോ കണക്ക് കൂട്ടിയോ? ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പ്രായം ചോദിച്ചപ്പോ ജിബ്രീലിന്റെ മറുപടിയാണെന്ന് പറയും. ഹദീസായി കണ്ടിട്ടില്ല, കണ്ട് എന്ന് വിശ്വാസയോഗ്യമായിരിക്കുന്ന ഒരാൾ പറഞ്ഞത് കേട്ടതെന്ന് പറയാണ്. എന്തെങ്കിലും അതിൽ ഖിലാഫ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പറ്റി നോക്കാം, അറിയുന്ന ആളുകളുണ്ടെങ്കിൽ. കേൾക്കുന്നത് സഹോദരന്മാരെ, എന്താണ് കുറെ ചോന്ന എഴുത്ത് ഇങ്ങനെ കാണുന്നു? ഹലോ, കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? പറഞ്ഞു കേൾക്കുന്നുണ്ടോ? ആരെന്താ ഒരു പ്രതികരണം അല്ലാത്തത്? കേൾക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വയസ്സെത്ര ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി എന്താണ്? 70,000 വർഷങ്ങൾക്ക് ശേഷം മാത്രം ഉദിക്കുന്ന ഒരു നക്ഷത്രം, അത് 70,000 പ്രാവശ്യം ഉദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഉദിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ അത് ഉദിക്കൽ എപ്പോഴാണ്? 70,000 വർഷം കഴിഞ്ഞിട്ടാണ് ഉദിക്കുന്നത്. അങ്ങനെ 70,000 പ്രാവശ്യം ഉദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എത്ര നിങ്ങൾ കൂട്ടിക്കോളി? 70,000 ഉണ്ടാക്കിക്കോളി, ഗുണിച്ചോളി. അപ്പൊ എത്ര വരും? 490 കോടി വർഷം. കേട്ടോ? അതെ, 490 കോടി വർഷം ആർക്കുണ്ട്? ജിബ്രീൽ അലൈഹിസ്സലാമിനുണ്ട്. അപ്പൊ ഏകദേശം അപ്പൊ ഇങ്ങനെ ഒരു കണക്ക് ശാസ്ത്രത്തിനും പറയാണ്ടെന്നുള്ള, ഇങ്ങനെ ഒരു കണക്ക് പ്രപഞ്ചത്തിന്റെ കണക്കായിട്ട് 490 കോടി വർഷം. അപ്പോ പിന്നെ നമ്മുടെ 460 കോടി വർഷം കഴിഞ്ഞിട്ടാണ് മനുഷ്യൻ പറക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ പ്രപഞ്ചം അടങ്ങുന്ന ഈ ഭൂമിയൊക്കെ ഉണ്ടല്ലോ, ഭൂമി അടങ്ങുന്നതായിരിക്കുന്നു ഗോളങ്ങളൊക്കെ. ഈ ബിഗ് ബാങ് ഉണ്ടായിട്ട് പിന്നെ എത്ര വർഷം കഴിഞ്ഞിട്ട്? 460 കോടി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മറ്റുള്ള സൂര്യനും നക്ഷത്രങ്ങളും കാര്യങ്ങളായിരിക്കും ഗോളങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നത് പിന്നെ ഉണ്ടാവുന്നത് എന്നാണ്. അപ്പോ അതിനനുസരിച്ചായിരിക്കണം. അല്ലാഹു അലം, നമുക്കറിയില്ല. ഏതായാലും അപ്പൊ ചുരുക്കം പറയാണ്ടെങ്കിൽ എന്തുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ പ്രപഞ്ചത്തിന്റെ വയസ്സ് ഏകദേശം 1370 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് ഇന്നത്തെ ശാസ്ത്രം പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ പ്രപഞ്ചം എന്തായി? ആ 1370 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എന്താണുള്ളത്? അതിന് മുമ്പ് എന്തായിരുന്നത്? എന്തുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഒന്നിവിടെ പേസ്റ്റ് ചെയ്തില്ല സഹോദരന്മാരെ. ഇത് വിക്കിപീഡിയയിൽ നിന്നാണ്. വിക്കിപീഡിയ എന്ന് പറയുന്നതായ ആധുനിക ഇതിനെ പറ്റിയുള്ള ഒരു നോക്കിങ്ങള്. മഹാവിസ്ഫോടനത്തിന് ശേഷം
അക്ഷരങ്ങളൊക്കെ ചെറുതില്ലായിരിക്കാം. മഹാവിസ്ഫോടനത്തിന് ശേഷം എന്തെല്ലാം സംഭവിച്ചു എന്ന് ഏകദേശം മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്താ, ഏതാണ്ട് 1100 കോടി വർഷം മുമ്പായിരിക്കും വിസ്ഫോടനം സംഭവിച്ചത്. അതിനു മുമ്പ് ഒന്നുമില്ലായിരുന്നു. ഭൂമിയില്ല, നക്ഷത്രങ്ങളില്ല, ബഹിരാകാശമില്ല, ശൂന്യത എന്ന ഒന്നുപോലും പറയാനില്ല. കാരണം ശൂന്യമാവാൻ ഒരു സ്ഥലമെങ്കിലും വേണ്ടേ? ശൂന്യം എന്ന് പറഞ്ഞെങ്കിൽ സ്ഥലം ഉണ്ടായിട്ട് അതിന്റെ ഇടയിൽ വസ്തുക്കളൊന്നും ഇല്ലെങ്കിലാണ് ശൂന്യം എന്ന് പറയുന്നത്. ശൂന്യാകാശം എന്ന് പറയുന്നത് കൊണ്ട് നമ്മള് അതിനിടയിൽ ഒന്നും ഇല്ലാത്ത, ഈ ആകാശത്തിന്റെ ഇതിനിടയിൽ ഒന്നും ഇല്ലാത്ത അവസ്ഥക്കാണ് ശൂന്യാകാശം എന്ന് പറയുന്നത്. ശൂന്യമില്ല, വായുവില്ല, ശബ്ദമില്ല, ഈ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരു വിസ്ഫോടനം, അത് ക്വാണ്ടം പരമായ ഒരു സാധ്യത മാത്രമാണ്. സാധാരണ ഭാഷയിൽ അത് വിശദീകരിക്കാൻ എളുപ്പമല്ല. പക്ഷേ പ്രപഞ്ചോത്പത്തിയെ പറ്റി പോലുള്ള നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനാകുന്നത് പ്രതീക്ഷിക്കരുത് എന്ന് ശാസ്ത്രജ്ഞന്മാർ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ അനുഭവം വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നില്ലല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ഭൂമിയെ ഫി സിത്തത്തി ഖലഖ സമാവാതി ഫി സിത്തത്തി അയ്യാമിൽ. അപ്പൊ അതേമാതിരി തന്നെയാണ് അള്ളാഹു താല 6 ദിവസം കൊണ്ടാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ചതെന്ന് പറയുന്നത്. നമ്മളെങ്ങനെ ആകാശം ഭൂമിയും ആകാശങ്ങളും അതിലടങ്ങുന്ന ഗോളങ്ങളും ഉണ്ടായിട്ടല്ലേ നമുക്ക് ദിവസവും പിന്നെ ആഴ്ചയും മാസങ്ങളും കൊല്ലങ്ങളും അതുപോലെ പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും സംവത്സരങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ അത് 6 ദിവസം സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ അത് ഇതേമാതിരി തന്നെയാണ്. അതാണ് ശാസ്ത്രജ്ഞന്മാർ ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്, ഈ പ്രയാസം. എങ്ങനെയാണ് ഇപ്പൊ 6 ദിവസം ഖുർആനിൽ പറയാ? ദിവസങ്ങളില്ലല്ലോ. ദിവസങ്ങൾ ഉണ്ടാവുന്ന നക്ഷത്രങ്ങൾ ഉണ്ടായതിനു ശേഷം, സൂര്യൻ ഉണ്ടായതിനു ശേഷം, പകലും ഉണ്ടായിട്ടല്ല ദിവസങ്ങൾ വരുന്നത്. അപ്പൊ 6 ദിവസത്തിനുള്ളിൽ സൃഷ്ടിക്കുന്ന ആദ്യത്തെ ദിവസമുണ്ടോ? സമയമല്ല. നമ്മൾ വിശ്വാസപ്രകാരം സമയങ്ങളും ഏത് രാജ്യമാണ് സമയങ്ങൾ ആപേക്ഷികമാണ്. ഒരു വസ്തു ചലിക്കുന്നതിനോടനുബന്ധിച്ചുകൊണ്ട് സമയം ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ വസ്തുക്കളൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവിടെ സമയമില്ലല്ലോ. അപ്പൊ അതുപോലത്തെ വിഷയം തന്നെയാണ്. ചുരുക്കം പറയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും, 1370 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രപഞ്ചമില്ല എന്ന് ആധുനിക ശാസ്ത്രം കട്ടായമായി പറയുന്നു. അപ്പൊ എന്തായി ആലം പുതുതായതാണ്. നമ്മൾ ചോദിക്കുന്നു, പിന്നെ ഇവിടെ നമ്മൾ ചോദിക്കുകയാണ്, ആദ്യ പദാർത്ഥത്തിൽ നിന്നാണ് അത് പിന്നെ പ്രത്യേകമായ താപത്തിലും സാന്ദ്രതയിലും അതൊരു പാരമ്പര്യത്തിലെത്തിയപ്പോഴാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് പറയുന്നു. നമ്മൾ ചോദിക്കുന്നു, എന്തുകൊണ്ട് അതിന് ഇപ്പോഴുണ്ടായ ആ സമയത്ത് മുമ്പ് അത് സാന്ദ്രതയിലും താപത്തിലും അതിന്റെ പാരമ്പര്യത്തിൽ എത്തിയില്ല? ഒരു ചോദ്യം. തന്നെ താപത്തിലും സാന്ദ്രതയിലും പാരമ്പര്യത്തിലുമായിരുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അനാദി തന്നെ സ്ഫോടനം സംഭവിച്ചില്ല? അതുപോലെ പിന്നെ അനാദിയില്ലാത്ത സാന്ദ്രതയും താപവും ആദി പദാർത്ഥത്തിൽ എങ്ങനെ പിന്നീടുണ്ടായി എന്നാണ് ആദ്യത്തെ പൊട്ടിത്തെറി ഉണ്ടായത്? എന്തുകൊണ്ട് അതിന് മുമ്പായില്ല? തുടങ്ങിയ ചോദ്യങ്ങൾ നമുക്ക് ഈ ഇന്നത്തെ ഇത് പറയുന്ന ആളുകൾ ചോദിക്കുന്നത്. അതായത് ഈ പ്രപഞ്ചം ഉത്ഭവമുണ്ട്, പക്ഷെ അതിനെ ഉത്ഭവിപ്പിച്ച ആളില്ല എന്ന് പറയുന്നവരോട് ചോദിക്കാണ് ചോദ്യം. അത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ നമ്മുടെ മുസന്നിഫ് റഹിമഹുള്ളാഹി കിതാബിൽ പറയുന്നത്. നമ്മൾ ഇതിലേക്ക് നോക്കാം, ഈ കിതാബിലേക്ക് മടങ്ങി വരാം. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾക്ക് മനസ്സിലാവും. കിതാബിന് വാർത്തയുടെ ലോകം ഈ പ്രപഞ്ചത്തിന് ഉത്ഭവം ഉണ്ടായതിനുള്ള തെളിവ് അത് പുതുതായിക്കൊണ്ടിരിക്കുന്നതായ അതിന്റെ ഉത്ഭവമുള്ളതായിരിക്കുന്ന അതിന്റെ അറിവുകളെ അത് എപ്പോഴും നിർബന്ധമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു മിനിറ്റ് സഹോദരന്മാരെ. എന്താണ് മുലാസമത്തുഹു? അതെ, ഭൂമിയുടെ പ്രായം പ്രപഞ്ചത്തിൻ്റെതല്ല, ഭൂമിയുടേതാണ്. ഭൂമിയുടെ പ്രായം 460 കോടി വർഷമാണ്. അത് പറയുന്നത് 460 കോടി വർഷമാണ് ഭൂമിയുടെ പ്രായം. അപ്പൊ ഏകദേശം അത്ര തന്നെയാണല്ലോ. അപ്പം പറഞ്ഞില്ലേ, ജിബ്രീലിന്റെ ഹദീസിൽ നമുക്ക് അങ്ങനെ കാണാം 490 കോടി വർഷം ഏകദേശ കണക്കാണ്. മനസ്സിലായില്ല? അവരെ കണക്ക് ഏകദേശം ആണ്. ഇത് നമുക്ക് ഹദീസിലൊക്കെ ഒരു കാര്യം സ്ഥിരപ്പെട്ട് വന്നാൽ നമുക്കത് ഉറപ്പിക്കാലോ, മറ്റുള്ളതുപോലെയല്ല. ഇപ്പോഴത്തെ കണക്ക് തന്നെ പറഞ്ഞത്
460 കോടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണക്കന്നെ ഇന്നത്തെ ഡേറ്റ് വരെ ഉള്ളതാണ് പറഞ്ഞത്. കോടി വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടാണ് കൂട്ടുന്നത് നമ്മള്. അതെ, ഓക്കെ. അപ്പം ഈ പ്രപഞ്ചം പുതുതായി ഉണ്ടായതാണെന്നുള്ളതിന് തെളിവ് ഈ പ്രപഞ്ചം എന്താകുന്നു, അത് നിർബന്ധമാക്കലായി സ്വീകരിക്കലായി അതിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ അത് എന്താക്കുന്നത്, അത് നിർബന്ധമായും അത് പിന്നെ പ്രാപിക്കുന്നുണ്ട്. അൽ ഹാദിസ് പുതുതായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് സ്വീകരിക്കുന്നുണ്ട്. മിൻ ഹറക്കത്തിൻ ചലനം, സുകൂനിൻ പിന്നെ ചലനമില്ലായ്മ, അതല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം ഈ പ്രപഞ്ചം പുതുതായി ഉണ്ടായതാണ് തെളിവെന്ന് ചോദിച്ചാൽ പ്രപഞ്ചത്തിന് തന്നെ അത് പുതുതായി ഉണ്ടായതാണ് അതിന്റെ തെളിവ് വെച്ചാൽ ആ പ്രപഞ്ചത്തിന്റെ ഓരോ കാര്യങ്ങൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥാ മാറ്റങ്ങൾ. എന്താണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ? പ്രപഞ്ചം ഉണ്ടാകാതെ എഴുതുന്ന ഇന്നത്തെ കഥകളാണ് പ്രപഞ്ചം ഉണ്ടാകാതെ എഴുതുന്നതാണ്. പഴയ മുത്തകല്ലിമീങ്ങളൊക്കെ ഫലാസഫൊക്കെ പറഞ്ഞാൽ ജുസുഇല്ലാത്ത ജസ്സ എന്ന് പറയുന്നത് അത് ഒരിക്കലും വിഭജിക്കാൻ സാധിക്കാത്തതായിരിക്കുന്ന ഒരു കണത്തിൽ നിന്നാണ്, ഒരു ആറ്റത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന്. അത് ഹയൂല. ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായതിപ്പം ഇന്ന് ശാസ്ത്രം പറഞ്ഞത് കോർക്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്നാണ്. കോർക്സ് ഈ പിന്നെ കോർക്സിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായത് എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞല്ലോ 1370 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഒരു മഹാവിസ്ഫോടനം നടന്ന് അതിൽ നിന്ന് പുറന്തള്ളിയ ചൂട് വളരെ കൂടുതലായിരുന്നു. അങ്ങനെ പതുക്കെ അന്തരീക്ഷം തണുക്കുവാൻ തുടങ്ങി. അങ്ങനെ ക്വാർക്കുകളും ഇലക്ട്രോണുകളും ഉണ്ടായി. ഒരു സെക്കൻഡിന്റെ 10 ലക്ഷത്തിലൊരംശം സമയം കഴിഞ്ഞപ്പോൾ ക്വാർക്സിൽ നിന്നും പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടായെന്നും 3 മിനിറ്റിന് ശേഷം ന്യൂക്ലിയസ് ഉണ്ടായെന്നുമാണ് ബിഗ് ബാങ് തിയറി പറയുന്നത്. മനസ്സിലായോ? പ്രപഞ്ച പൊട്ടിത്തെറി 1370 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഫോടനം നടക്കുന്നു. ആ സ്ഫോടനത്തിൽ വളരെ ശക്തമായി ഇന്നത്തെ ഇതൊന്നല്ല, ചൂട് സാധാരണ ലക്ഷക്കണക്കിന് ഡിഗ്രി ചൂട്, കോടിക്കണക്കിന് ഡിഗ്രി ചൂട്, അത്ര അങ്ങനെ അതിൽ നിന്ന് പുറന്തള്ളിയ ചൂട് വളരെ കൂടുതലായിരുന്നു. അങ്ങനെ ആ ചൂട് പതുക്കെ എന്തായി തണുക്കാൻ തുടങ്ങി. തണുപ്പ് കൂടിച്ചേർന്ന് എന്തുണ്ടായി, ആദ്യത്തെ വസ്തുവാകുന്ന ക്വാർക്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടായി. ക്വാർക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ഞാൻ തരാം. അതിന്റെ ഇന്നത്തെ ശാസ്ത്രം പുറത്തുവിട്ട അതിന്റെ ഈ ക്വാർക്കുകളും ന്യൂട്രോണുകളും പെട്രോണുകളും അതുമായി ബന്ധപ്പെട്ട അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഓർക്കേണ്ട കാര്യമില്ല. മറ്റൊരു അവസരത്തിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, തുറന്നാൽ മതി. അതിന്റെ നോക്കട്ടെ, എനിക്ക് മറ്റേ നമുക്ക് എന്താണ് പഠിച്ചിരിക്കൽ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ അതൊക്കെ പഠിക്കാന്നുള്ളത് നല്ലതാ. നമ്മുടെ അശ്ശരി ഉലമാക്കള് പിന്നെ തന്നതാണ്. ഇത് വരുന്നില്ല, ലിങ്ക് നിങ്ങൾ അടിച്ചു നോക്കുക, അത് അടിച്ചു നോക്കിയാൽ മതി കേട്ടാ. അതിൽ അറബി വേണ്ടവർക്ക് അറബി സെലക്ട് ചെയ്യാം, ഇംഗ്ലീഷ് വേണ്ടവർക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം, മറ്റേത് ഭാഷ വേണ്ട വെച്ചാൽ ആ ഭാഷ സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതുള്ളത്. തുറക്കുന്നുള്ളത് വരുന്നില്ല. ഇപ്പൊ മനസ്സിലല്ലേ? ഇത് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ എന്ത് കാണാം, അതില് പിന്നെ മ്യൂസിക് ഉള്ളത് അവിടെ ഒഴിവാക്കി അത് മേലെ ക്ലിക്ക് ചെയ്ത് കാണുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ മ്യൂസിക് ഒഴിവാക്കാൻ പറ്റും. നോക്കിയ സഹോദരന്മാരെ, ആ ലിങ്ക് ഓപ്പൺ ആവണ്ട. നിങ്ങൾക്ക് ലിങ്ക് ഓപ്പൺ ആവുന്നുണ്ടോ? ലിങ്ക് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയാൽ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇംഗ്ലീഷ് വേണ്ട ആളുകൾക്ക് ഒന്ന് നോക്കൂ. അതിന് മ്യൂസിക് ഉണ്ടെങ്കിൽ മ്യൂസിക് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ മേലുണ്ട്, അതൊന്നും അവിടെ ക്ലിക്ക് ചെയ്താൽ മതി, പോയിക്കോ. പക്ഷെ ആ ലിങ്ക് നിങ്ങൾക്ക് സൂക്ഷിക്കുക. അതൊക്കെ നമുക്ക് പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് അത് അവസാനത്തെ വരെയുള്ള ഈ ഇതുവരെ പോകുന്നുണ്ട്. തുടക്കത്തിൽ നിങ്ങൾ കണ്ടോ? ഞാൻ അറബിയാണ് എടുത്തത്. ഞാൻ അറബി നിങ്ങൾക്ക്
പിന്നെ ലിങ്ക് കിട്ടില്ല. ലിങ്ക് അതവിടെ സേവ് ചെയ്തു ആവശ്യമുണ്ടാവും. തൂൽ പ്ലാങ്ക് എന്ന് പറയുന്ന സാധനം, റഗ്ബത്തുൽ കമ്മ്, ഒരു വസ്തു. പ്രപഞ്ചം ഉണ്ടാവുന്നതിന്റെ ആദ്യം തുടക്കം ഏത് വസ്തുക്കൾ ഉണ്ടാവുന്നത് ഏത് നിന്നാണ് അത് വിശദീകരിക്കുന്നത്. എന്നിട്ട് അവസാനം പിന്നെ എന്തുണ്ടായി? കോർക്സ് ഉണ്ടായി. അതിന്റെ അത് കോർക്കസിൽ നിന്ന് ഏതുണ്ടായി? ആറ്റം ഉണ്ടായി. ആറ്റത്തിൽ നിന്ന് പിന്നെ അതിന് ശേഷമുള്ളതായി. ഇങ്ങനെ അങ്ങ് പോകുന്നത് അവസാനം സൂപ്പർ നോവ വരെ പോയിക്കൊണ്ട് അവസാനം അതിങ്ങനെ ടാഗ് വെച്ച് കൊടുത്ത് കണ്ടെങ്കിൽ ഫുള്ളായിട്ട് ലാസ്റ്റ് വരെ എത്താൻ കഴിയും. മൗസൊന്നും ഇങ്ങനെ തിരിച്ചു കൊടുത്ത് കാണെങ്കിൽ, മൗസിൽ ചക്രം ഉണ്ടല്ലോ, തിരിച്ചു കൊടുത്ത് കാണെങ്കിൽ ഇങ്ങനെ വന്നോളൂ. അതൊക്കെ പിന്നെ ഒരിക്കലും നമ്മുടെ ദൃഷ്ടിക്ക് പിന്നെ ഗോചരമാവാത്ത രീതിയിൽ ഇത്രക്കും വളരെ ചെറിയ രീതിയിലൊക്കെ സങ്കല്പിച്ചിട്ടാ പറയുന്നത്. അവസാനം കോർക്ക് ഒരു വയലറ്റ് കളർ കോർക്ക് കുമ്മി എന്ന് പറയണം. കോർക്ക് കുമ്മി അത് കുറച്ചും കൂടി പോരണം അല്ലേ? ഓപ്പൺ ആയില്ലേ? ഓപ്പൺ ആയി കിട്ടില്ലേ? എല്ലാവർക്കും ഓപ്പൺ ആയില്ലേ? കാണുന്നില്ല എല്ലാവരും? അതെ. അതിൽ ഇങ്ങോട്ട് നോക്കി കോർക്ക് എന്ന് പറഞ്ഞ സാധനം കാണാം. കോർക്ക് ഇംഗ്ലീഷിലുണ്ടായാലും ഇംഗ്ലീഷിൽ കോർക്ക് കാണാം. ഞാൻ അറിഞ്ഞെടുത്തത് പിന്നെ അപ്പൊ അതെന്താ കളർ കളറുകള്? കോർക്ക് കുമ്മി. അവിടെ അങ്ങോട്ട് പോയാൽ എന്താണ്? യോക്ടോമീറ്റർ. നെട്രോമീറ്റർ ജുസൈം യഖ്തരിക്കൽ മാദത്തുൽ ആദിയത മിസ്ലി വമിസ്ലക സൂറൽ വഖ്ത്. കോർക്ക് കുമ്മി. അതാ ഈ കോർക്ക് കുമ്മിയെ പറ്റി പറഞ്ഞാൽ കോർക്ക് കുമ്മി ഹുവൽ അസ്ഗർ അൻവാഇൽ കോർക്ക് വഹദാ യഅന്നു അക്സറുഹും കസാഫതൻ വഹു യഅതബറു അക്സഫ ഹസറത് 100,000 മറ മിനൽ കോർക്കിൽ ഫൗഖി والتي تعتبر من أخف أنواع الكورك في حين أن كثافة الكورك الكمي 173 بليون إلكترون فولت. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം കണ്ടോ? കോർക്ക് എന്ന സാധനം കണ്ടോ? കോർക്ക് ലോഡിങ് ആവുന്നുള്ളൂ. കോർക്ക് എന്ന സാധനം കണ്ടല്ലോ? കോർക്ക് എന്ന സാധനം കണ്ടോ? കോർക്ക് ഇംഗ്ലീഷിൽ കാണാൻ കോർക്ക് കാണാം, അറബി ആണെങ്കിൽ അറബിയും കാണാം. ഇങ്ങോട്ട് പോരണം, കുറച്ചുകൂടി ഇങ്ങോട്ട് പോരണം. ഇങ്ങോട്ട് പോരും. അന്ന് ആദ്യം മുതൽ അന്ന് ലാസ്റ്റ് ഇതിനൊക്കെ ഈ കോർക്കുകളും അത് വീണ്ടും വിഭജിച്ചിട്ട് അങ്ങനെ അവസാനം കാണിക്കുന്നത് ഒരു നെറ്റിന്റെ വല പോലെ. നെറ്റിന്റെ വല പോലെയാണ് തുടക്കം മുതൽ കാണിക്കുന്നത്. അവിടെ നിന്ന് പോകുന്നത് ഏകദേശം കാൽഭാഗങ്ങളെത്തി കാണാൻ ഒരു വയലറ്റ് കളർ കാണാം, ഒരു കോർക്ക് എന്ന് പറഞ്ഞ സാധനം. അവിടെ വീണ്ടും പോന്നാൽ പിന്നെ എന്ത് കാണാൻ നമുക്ക്? പിന്നെ അതാ ന്യൂട്രീനോ എന്ന് പറഞ്ഞ സാധനം കാണാം. ഏറ്റവും കൂടുതൽ പിന്നെ ഊർജമുള്ള സാധനമാണ് ന്യൂട്രീനോ. അവിടെ കോർക്ക് കാരി എന്ന് പറഞ്ഞ വേറെ കോർക്ക് കാണാം. പിന്നെ കോർക്ക് പിന്നെ സാഹിർ വേറെ കോർക്ക് കാണാം. കോർക്ക് ഗരീബ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതാണ്. ഇങ്ങനെ പോന്നിട്ട് പിന്നെയാണ് ന്യൂക്ലിയസ് കഴിഞ്ഞിട്ട് പിന്നെ ആറ്റം ഉണ്ടാകുന്നു. ആറ്റം ഉണ്ടായതിനു ശേഷം വേണ്ടോ ഹൈഡ്രജൻ, ഹീലിയം, ഹൈഡ്രജൻ കാണാം. പിന്നെ കാർബൺ കാണാം, വെള്ളം ഉണ്ടാകുന്നത്, ഫോസ്ഫറസ് കാണാം. ഇങ്ങനെ അങ്ങ് പോയിട്ട് പ്രപഞ്ചം ഉണ്ടാകുന്നതിന്റെ തുടക്കം മുതൽ പോന്നിട്ട് ഇങ്ങനെ ലാസ്റ്റ് വരെ എത്തുമ്പോഴത്തേക്ക് എവിടെ എത്തുന്നറിയോ? നമ്മുടെ ഭൂമിയും നമ്മുടെ സൗരയൂഥവും അതെല്ലാം കഴിഞ്ഞ് സൗരയൂഥവും മിൽക്കി വേയും സൂപ്പർനോവയൊക്കെ കഴിഞ്ഞിട്ട് അവസാനം വരെ എത്തുമ്പോ ഈ പ്രപഞ്ചത്തിന് വിശാലമായ കോടി എത്ര കോടി കണക്കെന്ന് പറയാൻ പറ്റില്ല. ഈ പ്രപഞ്ചത്തിന്റെ ഏകദേശം ഇതിൽ കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതിൽ പറയുന്നത് എല്ലാവരും കാര്യമാണ്. പിന്നെ ഇപ്പൊ നമ്മുടെ വിഷയത്തെ ചോദിച്ചാല് നമ്മളിവിടെ സയൻസ് പറയാനുള്ളത്, സയൻസ് നമുക്ക് ഇതിൽ ആവശ്യമാണ്. ബുദ്ധിപരമായിട്ടുള്ള സമർത്ഥന ആയതുകൊണ്ട് നമുക്കത് ആവശ്യമാണ്. പിന്നീട് നിങ്ങൾ സൗകര്യം പോലെ ഒക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയാൽ മതി. കുറച്ച് ടൈം കൊടുക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സാധാരണ നോക്കിയിട്ട് മനസ്സിലാക്കണം. അതായത് ഈ കോർക്കിൽ നിന്നാണ് സർവ്വസാധനങ്ങളുടെയും സൃഷ്ടിക്കപ്പെട്ടത്. ഈ കോർക്കിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അതാണ് എന്ത് സാധനം, പ്രപഞ്ചത്തിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ സാധനങ്ങളും കോർക്കിൽ സൃഷ്ടിച്ചത്.
ഏതെടുത്ത് നിങ്ങൾ വിഭജിച്ചാലും മനുഷ്യനെ വിഭജിച്ചാലും പാറക്കല്ലിനെ വിഭജിച്ചാലും വിഭജിച്ചാലും അവസാനം എവിടേക്കെത്തും? ഈ കോർക്കിലേക്കെത്തും. കോർക്കും അതിന്റെ താഴെയുള്ളതിലേക്ക് എത്തും. കോർക്ക് നമ്മൾ പറഞ്ഞല്ലോ, കോർക്ക് എന്തുണ്ടാകുന്നത്? കോർക്കിൽ നിന്നാണ് പിന്നെ ഏതുണ്ടാകുന്നത്? പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാകുന്നത്. ന്യൂട്രോണിൽ നിന്നാണ് പിന്നെ ആറ്റം ഉണ്ടാകുന്നത്, ന്യൂക്ലിയസ്, അതായത് ആറ്റം. ഇങ്ങനെ ആറ്റം ഒരുപാട് കൂടുമ്പോഴാണ് എന്താ ജിസ്മു എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് മറ്റുള്ള സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇതിന്റെ അതെ പ്ലാങ്ക് ലെങ്ത്, അത് അവിടെ പ്ലാങ്ക് ലെങ്ത് എന്നാ തുടങ്ങുന്നത്. ഇത് തുടങ്ങിയിട്ട് അവസാനം വരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ ദൃഷ്ടി പ്രപഞ്ചം, ഇന്ന് മനുഷ്യരെ കണ്ടെത്തിയതായിരിക്കും പ്രപഞ്ചത്തിന്റെ ഏറ്റവും അവസാനം വരേക്കുള്ള നമുക്ക് ഏകദേശം രൂപമോ നമുക്ക് അതിന് കിട്ടും. അതൊന്ന് തുലഞ്ഞു ജീവിതത്തിൽ നമ്മുടെ ഭൂമിയുടെ കിടപ്പും ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പ് എത്രയാണ്, അതിന്റെ സ്ഥാനം എവിടെയാണെന്നും ആ ഭൂമിയിൽ ഏറ്റവും ചെറിയ ജീവിയായിരിക്കും മനുഷ്യന്റെ സ്ഥാനം എത്രയാണെന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ, പാഠം ഉൾക്കൊള്ളാനും അള്ളാഹുവിന്റെ അളമത്ത്, അവന്റെ കുതിരത്ത് മനസ്സിലാക്കാനൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണിത്. അതെല്ലാം സാധാരണ പാലൊക്കെ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. നമ്മുടെ പിന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ഫൗദ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു അശ്വരി പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ കൈമാറിയ ലിങ്കാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറിയത്. നമ്മളാണ് ഇത്തരം കാര്യങ്ങൾ മുൻപന്തിയിൽ വരേണ്ടതും പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, മനസ്സിലാക്കി കൊടുക്കേണ്ടതൊക്കെ. കാരണം നമ്മളെ യഥാർത്ഥത്തെ പ്രകൃതിമതമായ ഇസ്ലാമിന്റെ അനുയായികളായതുകൊണ്ട് തന്നെ നമുക്കതൊന്നും ഒഴിവാക്കി നിർത്തേണ്ട ഒരു വിജ്ഞാന മേഖലയില്ല. എല്ലാം നമുക്ക് ആവശ്യമാണ്. പഠിക്കുകയും പ്രചരിപ്പിക്കുകയും നമ്മുടെ അഖീദയും നമ്മുടെ വിശ്വാസവും കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കാൻ ആവശ്യമായ ഏതോ അതൊക്കെ നാം കരഗതമാക്കുകയും അതൊക്കെ ഉൾക്കൊള്ളാൻ നാം തയ്യാറാവുകയും ഒക്കെ രംഗത്ത് വരികയും ചെയ്യണം. ആ അർത്ഥത്തിനാണ് അദ്ദേഹം അത് ഫേസ്ബുക്കിലൂടെ നമുക്ക് കൈമാറിയത്. അത് നിങ്ങൾക്കും നമ്മുടെ അഖീദയിലേക്ക്, കാരണം അവരുടെയൊക്കെ മേഖലയാണ്, അത്യാവശ്യമായ ഒരു കാര്യമായതുകൊണ്ടാണ് അവർ അത് ഷെയർ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളും ഷെയർ ചെയ്യുക. അതിന് വേണ്ട രീതിയിലൊക്കെ അതിനൊക്കെ തർജ്ജമ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹുവിന്റെ അളമത്തും കുതിരത്തൊക്കെ മനസ്സിലാക്കാൻ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ തന്നെ വലിയ ഒരു മാറ്റം ഉണ്ടാക്കി തീർക്കുന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ ഈ അവൾ പറഞ്ഞത് ഈ കോർക്ക് ഇംഗ്ലീഷിലും തന്നെ അറബിയിലും കോർക്ക് തന്നെയാണ് എനിക്ക് പറയുന്നത്. ഈ കോർക്കിൽ നിന്ന് അത് എത്ര എണ്ണ കൂടുന്നതനുസരിച്ചിട്ട് വസ്തുക്കൾ ഉണ്ടാകുന്ന വസ്തുക്കൾക്ക് ആപ്പിള് എല്ലാരും ആപ്പിള് സങ്കല്പിച്ചില്ലേ? ഈ ആപ്പിളിൽ അതിലെന്തുണ്ട്? വാസനയുണ്ട് അല്ലേ? അതിനൊരു നിറമുണ്ട്, അതിനൊരു ആകൃതിയുണ്ട്. ഈ നിറം, ആകൃതി, അതിന്റെ വാസന, ഇതൊക്കെ തന്നെയാണ് ആറാളുകൾ എന്ന് പറയുന്നത്. അതെ, ആറാളുകൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതിന് രൂപമുണ്ട്. പക്ഷേ ഈ രൂപമാണോ പറഞ്ഞാൽ അല്ല, ഈ നിറമാണോ പറഞ്ഞാൽ ആണോ? സഹോദരന്മാരെ, നമ്മുടെ സമയം കഴിഞ്ഞല്ലോ അല്ലേ? ഓന് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ആറാളെ മനസ്സിലാക്കി തരാം. അപ്പം ഈ നിറമല്ല ആപ്പിൾ എന്നുള്ളത്, ഈ ആപ്പിൾ എന്നുള്ളത് അതിന്റെ വാസനയല്ല. പക്ഷെ ആവശ്യമുണ്ട്. ഈ ആപ്പിളിന് നിറമുണ്ട്, അതിന് മണമുണ്ട്, അതിന് ആകൃതിയുണ്ട് എന്നുള്ളത് ശരിയാ. ഈ പറയപ്പെട്ട സാധനങ്ങൾ തന്നെ ആറാളുകൾ എന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ നിലനിൽക്കാൻ ഒരു വസ്തുവാണ്. ഈ ആപ്പിൾ വിഭജിച്ചോളൂ. ഈ ആപ്പിളിനെ വിഭജിച്ചാൽ എവിടേക്ക് കോർക്കിലേക്ക് എത്തും. ഈ കോർക്കിലേക്ക് എത്തും. മനസ്സിലായോ? അപ്പം ഈ കോർക്കിനെ സംബന്ധിച്ച് നമ്മൾ ജോഹറിൽ ഫർദ് എന്ന് പറയും, അല്ലെങ്കിൽ വേറെ മറ്റേ പരാശമൊക്കെ ഹൈയൂലാന്ന് പറയും. അതിന് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അതിന്റെ നിറം, അതിന്റെ വാസന, അതിന്റെ ആകൃതി, ഇതൊക്കെ തന്നെ ആറാളുകളാകുന്നു. എന്നാൽ ഈ ആറാളുകൾ ഈ വാസനക്കും നിറങ്ങൾക്കൊക്കെ, ഈ വാസനത്തിനും നിറങ്ങൾക്കൊക്കെ സ്വയം നിലനിൽപ്പുണ്ടോ? സ്വയം നിലനിൽപ്പില്ല. അതേതിന് വേണം? വസ്തു വേണ്ടതുണ്ട്. ഈ വസ്തുവിനാണ് അജ്റാ എന്ന് പറയുന്നത്. ഈ വസ്തുക്കൾക്കാണ് ആറാളുകൾ എന്ന് പറയുന്നത്. മറ്റൊരു പറഞ്ഞാൽ
ഈ വസ്തുവിനാണ് ഹൈല എന്ന് പറയാ. അതിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കാണ് സൂറത്ത് എന്ന് പറയാം. മറ്റൊരു വേറെ ഉപയോഗിക്കുന്ന വേറൊരു പ്രയോഗമാണ് ഹുയൂല സൂറ എന്ന് പറയും. നമ്മൾ പറയുന്നത് എന്താണ്? സിഫാത്തുകൾ, ഈ നിറം ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ്? അപ്പം ഇവിടെ വസ്തുക്കൾക്ക് എന്ത് വസ്തു എടുത്താലും നിറമുണ്ടായിരിക്കും, അല്ലെങ്കിൽ വാസനയുണ്ടായിരിക്കും. ഇതെല്ലാം. അപ്പം ഏതൊരു വസ്തു പരിശോധിച്ചാലും അതിന് ലാസിമത്താണ്. ഇനി നിങ്ങൾ കിതാബിലേക്ക് നോക്കൂ. ലിംഗ വന്നത് എവിടെ കിതാബോടെ? കിതാബോടെ പോയോ? ഞാൻ അടിച്ചിരുന്നു. അമൽ ജായിസ്. അതെ നോക്കിയോളൂ. ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തെളിവ് ആ പ്രപഞ്ചത്തിൽ ഏത് വസ്തു നിർബന്ധമാക്കുന്നുണ്ടെങ്കിൽ വീതി, വലിപ്പം ഇങ്ങനെ പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആറാളുകൾ എന്നുള്ളതാണ്. അതൊന്നിട്ട് ചലിക്കുന്നതായിരിക്കും, ചലിക്കാത്ത നിശ്ചലമായിരിക്കും. അതല്ലാത്ത നിറം ഉദാഹരണം പറഞ്ഞു. നിറം പറഞ്ഞു, ഗുണം പറഞ്ഞു, അതുപോലെ തന്നെ ആകൃതി പറഞ്ഞു. എന്നാൽ പുതുതായി ഒന്ന് നിർബന്ധമാക്കുന്നത് ഈ ഹാദിസ് ഏതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ? ഹാദിസിനെ മാത്രം സ്വീകരിക്കുള്ളൂ. അപ്പൊ ഈ വസ്തു, ആ വസ്തു ഏതിനെ മാറിക്കൊണ്ടിരിക്കുന്ന പച്ച നിറത്തിലായിരിക്കാം. പിന്നീട് ആ നിറം മാറിയിട്ട് അത് മഞ്ഞ നിറത്തിൽ വന്നിരിക്കാം, അല്ലെങ്കിൽ മഞ്ഞയും ചുവപ്പുള്ള നിറത്തിൽ വന്നിരിക്കാം. അപ്പം അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ആറാളുകളെ, ഈ വർണ്ണ വ്യത്യാസങ്ങളെ അത് സ്വീകരിക്കുന്നത് ഈ ആപ്പിൾ എന്ന് പറയുന്ന വസ്തു. അപ്പൊ ഈ മാറി സ്വീകരിക്കുന്നതും അതിനും മാറ്റമുള്ളതാണ് വരുന്നുണ്ട്. അപ്പൊ ആരാധന സ്വീകരിക്കുന്ന ഈ വസ്തുക്കൾ ഉണ്ടാകുന്ന അതിനും തുടക്കമുണ്ട്, ഉത്ഭവമുണ്ട് എന്നുള്ള തെളിവ് അത് തന്നെയാണ്. അതാ നിറം, വാസന കണ്ടല്ലോ, അതൊക്കെ അത് പിന്നെ മാറിക്കൊണ്ടിരിക്കുന്ന തെളിവ് മുശാഹദത്തും നമ്മുടെ അനുഭവമാണ്. നേന്ത്രപ്പഴം വാഴപ്പഴം അതിന്റെ ആദ്യത്തെ പച്ച നിറമാകുന്നു. ആ പച്ച നിറത്തിൽ അത് പോയിട്ട് കുറച്ചുകൂടി മൂക്കുമ്പോൾ അതിന് വേറെ നിറം വരുന്നു. മഞ്ഞ കളർ വരുന്നതിന്. അപ്പൊ ഈ വസ്തുക്കൾ മാറുന്നുണ്ട് എന്നുള്ളത് അനുഭവമാണ്. മറ്റൊന്നും വജൂദിലേക്ക് ഇല്ലായ്മയിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ മാറ്റമുള്ളത് തീർച്ചയായിട്ടും ഈ വസ്തുക്കൾക്ക് എന്തുണ്ട്? അത് പുതുതായതാണ്, ഉത്ഭവമുണ്ടെന്ന് മനസ്സിലാവുന്നു. ഈ ഉത്ഭവമുള്ള വസ്തുക്കൾ ഏതിലാണ് നിലനിൽക്കുന്നത്? അതിനും ഉത്ഭവമുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ചുരുക്കം പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളും ഹാദിസാണെന്ന് മനസ്സിലായതുകൊണ്ട് പ്രപഞ്ചത്തിൽ ഏത് വസ്തു എടുത്തു പരിശോധിച്ചാലും അതിന് ചില അറിവുകളുണ്ട്. ഒന്നിരിക്കുന്ന നിറങ്ങളാണ്. നമ്മുടെ സ്ക്രീനിൽ പോകുന്ന വെള്ള നിറമാണുള്ളത്, നിങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്നതായ ആ ടെക്സ്റ്റിന് മഞ്ഞ നിറമാണുള്ളത്. അപ്പൊ വേറെ കളറാക്കാം, അതിങ്ങനെ വേറെ കളറാക്കാം, വ്യത്യസ്തമായ കളറിലൊക്കെ മാറ്റം വരുത്താം. ഈ മാറ്റം വരുത്തുന്നത് കൊണ്ട് തന്നെ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് പുതുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഉത്ഭവമുണ്ട്. കാരണം ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്നിനെ സ്വീകരിക്കാം, ഒന്നില്ലാതായിട്ട് മറ്റൊന്നിനെ സ്വീകരിക്കാം. ഇതിന് ഒന്നിന് ശേഷം മറ്റ് ഒന്ന് പോവാതിന് ശേഷം മറ്റൊന്ന് വരിക. ഇങ്ങനെ മാറ്റമുള്ളതൊക്കെ തന്നെ എന്താകുന്നു? പിന്നെ ഉത്ഭവമുള്ളതാണ്. ഉത്ഭവം ഉള്ളതിന് സ്വീകരിക്കുന്ന വസ്തുക്കൾ ഏതോ അതൊക്കെ തന്നെ ഉത്ഭവമുള്ളതാണെന്നാണ് നിയമം. അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ്. ചുരുക്കം പറയാനുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കൾക്കും ഉത്ഭവം എന്തുകൊണ്ട്? ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളുള്ള മാറ്റങ്ങൾക്കും ഉത്ഭവങ്ങളുണ്ട്. മാറ്റങ്ങൾക്ക് ഉത്ഭവമുള്ളതാണ്, മാറി മാറി വരുന്നതാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും
മാറ്റമുള്ളതാണ്. മാറ്റമുള്ളതാകുമ്പോൾ അതിന് മാറ്റം വരുത്തിയതായിരിക്കും ശക്തി വേണ്ടതുണ്ട്. ആ ശക്തി ആരാകണം? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പ്രവാചകന്മാർ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ശക്തി വേണം, ഒരു ഖാദിറായ ഒരു സൃഷ്ടാവ് വേണമെന്നുള്ളത് അത് അല്ലാഹു പറയുന്നതിനെയാണ് പ്രവാചകന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ആകാശഭൂമിയെ സൃഷ്ടിച്ചതായിരിക്കും അല്ലാഹു. നിങ്ങൾക്ക് സംശയമുണ്ടോ? അത് അല്ലാഹു ആണെന്ന് അറിയിച്ചിരുന്നത് പ്രവാചകന്മാർ മുഖേന. അപ്പൊ ശക്തി ഉണ്ട് എന്നുള്ളത് ബുദ്ധി പറയുന്നുണ്ട്, അത് അല്ലാഹു ആണെന്ന് തെളിയിക്കുന്നു പ്രവാചകന്മാർ നമ്മെ അറിയിച്ചത് കൊണ്ടുമാണ്. അപ്പൊ ചുരുക്കം പറയാം, പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും ഒരു കോർക്കിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ കോർക്കിന് പല മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് ഈ കോർക്ക് ഉണ്ടായതാകുന്നു, അതിന് ഉത്ഭവം ഉണ്ടെന്ന് വരുന്നു. അപ്പൊ ഉത്ഭവം ഉണ്ടെങ്കിൽ ആ കോർക്കിനെ സൃഷ്ടിച്ചായിരിക്കും സൃഷ്ടാവ് വേണം. അങ്ങനെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് വേണം. ആ സൃഷ്ടാവ് അല്ലാഹുമാകുന്നു. ഇതാണ് ഇതിന് മത്തിന പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അതിന് ശേഷം ഇതിന്റെ ഷർഹിലേക്ക് മുസന്നിഫ് റഹിമഹുല്ലാഹ് വരുന്നുണ്ട്. നമ്മൾ കൂടുതൽ കാര്യം ഇതിന് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാം. സമയം അതിക്രമിച്ചു പോയതിന്റെ പേരിൽ ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. അല്ലാഹു തആല ഈ പറഞ്ഞതിനെ കേട്ടതിനൊക്കെ നമ്മൾ ഇന്ന് ഒരു സാലിഹായി സ്വീകരിക്കുമാറാവട്ടെ. ഒന്നുപോയ അബദ്ധങ്ങളോ എന്തെങ്കിലും ഭാഗപ്പേവുകളൊക്കെ ഉണ്ട്, അല്ലാഹു നമുക്കൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നാഫിയാലും പഠിക്കാനും പകർത്താനും കൂടുതൽ വർദ്ധിപ്പിക്കാനും അല്ലാഹു തആല നമുക്കൊക്കെ ഇനിയും അവസരങ്ങളൊക്കെ നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.